നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ പാപമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും തലത്തിൽ നിന്നുകൊണ്ടല്ല അദ്വൈത സിദ്ധാന്തം നിലകൊള്ളുന്നത്. അവന് പാപബോധവും പുണ്യബോധവും ഇല്ല. പിന്നെന്താണത്? ഏകമായ ആത്മാവിനെ അനുഗുണമായി ആയിരിക്കണം എന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരു ആത്മാവിൻ്റെ അംശമാണെന്ന് ബോധ്യം വരാതെ ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഏത്? ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാവരെയും ചേർത്ത് വച്ചിരിക്കുന്നതായ ആ പൊതുവായ ജ്ഞാനിനെ അല്ലെങ്കിൽ ആത്മാവിനെ അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ അറിയാന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിപരമായി അറിയാന്നല്ല, ഒരു അനുഭവമായി നമ്മൾ അറിഞ്ഞിരുന്നു എങ്കിൽ എന്നെയും ഞാൻ അല്ല എന്ന് വിചാരിക്കുന്ന എല്ലാവരെയും ഞാനായി തന്നെ, എൻ്റെ പ്രതിരൂപമായി തന്നെ കാണാനുള്ള ഒരു വിശാലമായ മനസ്സുണ്ടായേനമായിരുന്നു. അപ്പോൾ പ്രശ്നം ഇവിടെ എന്താണ്? ആത്മവിരോധം എന്നതാണ്. ആത്മവിരോധം എന്ന് പറഞ്ഞാൽ ആത്മാവിന് വിരോധമായിട്ടുള്ളതെന്നാണ്. ഏകമായ ആത്മാവിനെ കാണാതെ ഞാൻ വേറെ എന്നും ആത്മാവിനെ പലതായി കാണുന്നു എന്നുള്ളതാണ് ആത്മവിരോധം എന്ന് പറയുന്നത്. ആത്മാവിന് യോജിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഒരേ ആത്മാവിൻ്റെ അംശമായി കണ്ടുകൊണ്ട് താൻ ചെയ്യുന്നത് ഏതും അപ്പോഴെങ്ങനെയാണ്? എല്ലാവർക്കും എന്നോടൊപ്പമുള്ള ആ രീതിയിൽ നമ്മൾ കാണും. നമ്മൾ നദിയിൽ കൊണ്ടുവന്ന് വിഷം കലക്കി കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ നദിയുടെ വെള്ളം കുടിക്കുന്ന മുഴുവൻ പേർക്കും ഇത് പ്രശ്നമാകും. അതുപോലെയാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗുണമായി വരുന്നില്ല എങ്കിൽ അത് ആത്മവിരോധമാണ്. ഏകമായ ആത്മാവിന് അത് യോജിക്കുന്നതല്ല എന്ന് അർത്ഥം. ഒരുവനു നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നവൻ, മറ്റുള്ളവന് പരൻ. കണ്ടില്ലേ, ഇവിടെ പരന, അപരൻ എന്നല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ആ പരൻ എന്ന് പറഞ്ഞാൽ പരനല്ലാത്തവനാണ്. നമ്മൾ കണ്ടതാണ് അല്ലേ? എന്നിൽ നിന്ന് അന്യമല്ലാത്തവൻ എന്നാണ് വാസ്തവത്തിൽ അപരൻ എന്ന പദത്തിൻ്റെ ആ ഗുരു അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഇവിടെ രണ്ട് രീതിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ പരനു പരം പരിതാപമേകിടുന്നോൻ, മറ്റുള്ളവർക്ക് പരിതാപം ഉണ്ടാക്കുന്നവൻ, എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു. ഇതിനപ്പുറത്ത് എന്ത് പറയാൻ? മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഒരു സംശയവുമില്ല എരിനരകാബ്ദിയിൽ വീണ് എരിയുന്ന അവസ്ഥ നോക്കൂ. അതിന് പിന്നിന് വേറൊന്നും പറയാനില്ല. അത്രമാത്രം നമ്മൾ അനുഭവങ്ങളിലേക്ക് പോവേണ്ടതായി വരും മറ്റൊരുവനെ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അത് നമുക്ക് ഒരുപക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് ബോധ്യമാവില്ല. അവരറിയുന്നില്ലല്ലോ, അതൊക്കെ മറന്നു പോവില്ലേ എന്നുള്ളതാണ്. പക്ഷെ നമ്മളിങ്ങനെ അത്രമാത്രം ആലോചിച്ചാൽ മതി. ഒരു മനുഷ്യനെ നമ്മൾ നല്ലപോലെ ഒന്ന് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, നമ്മളെ ഒരാൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഉണ്ടാവും? ഇത്ര ആലോചിച്ചാൽ നമ്മളവരെ ശപിക്കുകയൊന്നും വേണ്ട, ഒന്നും ചെയ്യാതെ തന്നെ നമ്മുടെ വേദന മറ്റൊരാളിനെ എത്രമാത്രം കാർന്ന് തിന്നും എന്നുള്ളതാണ്. നമ്മൾ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുമ്പോൾ ഒരു സംശയമില്ല, അതിനെ നമ്മൾ ചെന്ന് ഈ എരിനരകാബ്ദിയിലേക്ക് വീഴുന്നതിന് തുല്യമാണ്. എരിനരകാബ്ദിയിൽ വീണ് എരിഞ്ഞിടുന്നു. തന്നെയും തൻ്റെ സമൂഹത്തെയും തൻ്റെ രാജ്യത്തെയും ഈ ലോകത്തെയും ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏത് തലത്തിലാണോ ആ തലത്തിൽ നിന്നുകൊണ്ടതാണ്. ഒരു ലോക നേതാവാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ലോകത്തെ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം. ഗുരു എങ്ങനെയാണ് ചെയ്തത്? ഗുരുവിൻ്റെ തത്വങ്ങൾ എന്ന് പറയും, നമ്മൾ പറയാറുണ്ട് സനാതന ആണെന്ന് പറയാറുണ്ട്. എന്താണ് സനാതനം എന്ന് പറയുന്നത്? ഗുരുവിൻ്റെ തത്വങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് എന്താണ്? ഗുരു ഏക ലോകത്തെ കാണുന്നുണ്ട്. ഏതാണത്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതാണ് ഗുരുവിൻ്റെ സനാതന തത്വം എന്ന് പറയുന്നത്. ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല, ആചാരാനുഷ്ഠാനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ലോകത്തെവിടെയും എന്താണുള്ളത്? ഒരു ജാതിയെ മനുഷ്യരുടെ ഇടയിലുള്ളൂ. വേറെ ജാതിയുണ്ടോ? ഇല്ല. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർ ഗോത്വം ഗവാം യഥ
ന ബ്രഹ്മണാതിരശൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണൻ തുടങ്ങിയത് ഇല്ല എന്ന് അത് വിശദീകരിക്കാനുള്ള സമയം നമുക്ക് പരിമിതി, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ പറയുമ്പോൾ പിന്നെന്താണ് ഈ പറയപ്പെടുന്നതെല്ലാം തന്നെ ആചാരങ്ങൾ നമുക്കെടുക്കാം. ഏതെങ്കിലും ആചാരം ലോകമുള്ള അത്രയും കാലം നിലനിൽക്കുന്നുണ്ടോ? എല്ലാ ആചാരങ്ങളും മാറി മാറി പോകുന്നതാണ്. വെളുക്കുമ്പോൾ കുളിക്കേണം, വെളുത്തുള്ളതൊടുക്കേണം, വെളുപ്പിൽ ക്ഷേത്ര ദൈവത്തെ എളുപ്പം തൊഴുതെത്തണം. എൻ്റെ ചെറുപ്പത്തിലൊക്കെ കേട്ടുകൊണ്ടിരുന്നു. അന്ന് അധ്യാപകരൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണം ജീവിക്കാൻ എന്ന് പറയാൻ. ഇന്ന് നമുക്കത് ഇതെല്ലാ മനുഷ്യനും പോസിബിൾ? എല്ലാ മനുഷ്യനും പറ്റുന്നതാണോ ഇത്? വയലിൽ കിളയ്ക്കാൻ പോകുന്ന ഒരു മനുഷ്യന് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരണമെങ്കിൽ ക്ഷേത്രം തന്നെ, ഞങ്ങളുടെ നാട്ടിൽ നിന്നൊന്നും ക്ഷേത്രം ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് പോകണമായിരുന്നു. അന്നൊരു ബസ് കിട്ടണമെങ്കിൽ ഒരു ദിവസം ഒരു ബസ്സാണ് ഒരു ദിവസം വരുന്നത്. ഈസ് ഇറ്റ് പോസിബിൾ? ഇത് തിരുവനന്തപുരത്തുള്ളവർക്ക് പറ്റുമായിരിക്കാം. അത് സനാതനമാകുന്നത് എങ്ങനെയാണ്? അത് മാറി 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 വരുന്ന കാര്യങ്ങളാണ്. മനസ്സിലാവുന്നുണ്ടോ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം മാറി വരുന്നതാണ്. പിന്നെ എന്താണ് മാറുക? സനാതനം എന്നതിൻ്റെ അർത്ഥം എന്താണ്? മാറാതിരിക്കുന്ന എന്താണോ അതിനാണ് സനാതനം എന്ന് പറയുന്നത്. ഭൂമി സർവ്വതിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നു, സനാതന തത്വമാണ്. ഒരു ജാതിയെ മനുഷ്യനുള്ളൂ എന്ന് പറയുന്നത് സനാതന തത്വമാണ്. ഒരു ജാതി, ഒരു മതം. എന്താണ് മനുഷ്യൻ്റെ മതം? അഖിലരുമാത്മസുഖത്തിനായി പ്രയത്നം. അതാണ് മനുഷ്യൻ്റെ ഏക മതം. എല്ലാ മനുഷ്യരും സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ജീവിക്കുന്നത്. എല്ലാ മതങ്ങളും ഈ സന്തോഷം കൊടുക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മതം? ഒരു മതമേ, ലോകത്തുള്ള എല്ലാ മനുഷ്യനും ഒരു മതം, ഒരഭിപ്രായമേ ഉള്ളൂ. എന്താണ്? എനിക്ക് സുഖമായി ജീവിക്കണം. നമ്മളൊരാളോട് ചോദിച്ചാൽ തൻ്റെ അഭിപ്രായം എന്താ? എനിക്ക് സുഖമായിട്ടൊന്നും ജീവിക്കണ്ട, എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ടങ്ങ് ജീവിച്ചാൽ മതി, വിഷമം എനിക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് വേദന വേണം, ആരെങ്കിലും പറയാറുണ്ടോ? ഒരു മതം പറയുകയാണ് നിങ്ങൾക്കല്ല ഞങ്ങൾ ഇഷ്ടം പോലെ വേദന തരാം, പറഞ്ഞാൽ ആരെങ്കിലും വരുമോ അവിടെ? അപ്പം എല്ലാവരുടെയും ആഗ്രഹം അഥവാ മതം അഥവാ ചിന്ത അഥവാ അഭിപ്രായം എന്നത് ഒന്നാണ്. അത് സനാതനമാണ്. ലോകം ഉള്ളിടത്തും കാലം ഇങ്ങനെ തന്നെയാണ്. അമേരിക്കക്കാർക്ക് സന്തോഷം വേണ്ട, ഇന്ത്യക്കാർക്ക് സന്തോഷം വേണം, അങ്ങനെ ഉണ്ടാവും? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ദൈവം, ഒറ്റ ദൈവമേ ഉള്ളൂ. നമ്മൾ കണ്ടു കഴിഞ്ഞു. ആ ദൈവത്തെ നമ്മൾ പല പേരിട്ട് വിളിക്കും. അള്ളാഹു എന്ന് വിളിക്കാറുണ്ട് അല്ലേ, യഹോവ എന്ന് വിളിക്കും, കൃഷ്ണ എന്ന് വിളിക്കും, അങ്ങനെ പല പേരിട്ട് വിളിക്കും. പേരൊക്കെ ഇവിടെ കിടക്കും. സത്യം ഒന്നേ ഉള്ളൂ, ഒരൊറ്റ നൂലേ ഉള്ളൂ, ഒരു ഞാൻ മാത്രമേ ഉള്ളൂ. ആ ഒരു ഞാനാണ് സകലിലും ഇരുന്നു കൊണ്ട് ഞാൻ എന്ന് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവമാണ് ഈ സകലതുമായി ഭാവം ഞാനായും നീയായും അവനായും ഇവനായും ക്രിസ്ത്യാനിയായും ഇസ്ലാമായും ഹിന്ദുവായും എല്ലാ തരത്തിലുള്ള വിഭാഗീയതകളൊക്കെ കൊണ്ട് നടക്കുന്ന സർവ്വ മനുഷ്യനും ഒരൊറ്റ സത്യം തന്നെ ഭാവം പകർന്നിരിക്കുന്നതാണ്. ഒരൊറ്റ ജലം തന്നെ ഭാവം പകർന്നിരിക്കുന്നതാണ് സർവ്വ തിരമാലകളും കടലും എല്ലാം എന്നതുപോലെ തന്നെ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇതാണ് ഗുരുവിൻ്റെ സനാതന തത്വം അല്ലെങ്കിൽ സനാതന ധർമ്മം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഗുരുയുടെ എല്ലാ കൃതികളും ഉണ്ടായിട്ടുള്ളത്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്താണ് അപ്പോൾ ഇവിടെ ഈ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ആര്? ലോകോത്തരങ്ങളായിട്ടുള്ള ഋഷിമാരും അതുപോലെ തന്നെ ഭരണാധികാരികളും ഒക്കെ ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നത്. അപ്പോഴാണത് എന്തിന് പരനു പരം പരിതാപമേകാത്തതായ ജീവിതശൈലിയായി മാറുന്നത്. ഒരുവനു നല്ലതു മന്യ നല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാന്തിയിൽ വീണ് എരിഞ്ഞിടുന്നു. ഈ പല ജാതി ഉണ്ടെന്നും പല മതമുണ്ടെന്നും ഒക്കെ വിചാരിച്ച് നടക്കുന്നവർ ആ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്നും അവർക്ക് പ്രശ്നങ്ങളാണ്, ഒരിക്കൽ പോലും സ്വാസ്ഥ്യമില്ല. കാരണം അവൻ നോക്കുന്നതെല്ലാം വേറെ വേറെ ആൾക്കാരെയാണ്. രാവിലെ എഴുന്നേറ്റ് മുൻപിൽ എതിരെ നോക്കുമ്പം നമ്മൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളിനെയാണെങ്കിൽ നമുക്ക് എരിനരകാബ്ദിയിലാണ്. അയാളെ നോക്കാൻ പറ്റത്തില്ല. അയാളെ കാണുമ്പോൾ ദേഷ്യം, പല്ല് ഞറുമ്പെന്ന് കുറേ ആൾ കഴിയുമ്പോൾ നമുക്ക് ഷുഗറും പ്രഷറും എല്ലാം പിടിച്ചു. എന്താ അയാൾ തന്നതാണോ? നമ്മൾ എരിനരകാബ്ദിയിലേക്ക് നമ്മൾ തന്നെ കൂപ്പുകുത്തി വീഴുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകൾക്കും ഉത്തരവാദി നമ്മളാണ്.
നമ്മൾക്ക് എല്ലാ മനുഷ്യനെ സ്വീകരിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യൻ്റെ അടുത്ത് വെച്ച് നമ്മൾ എത്രയോ ഹാപ്പി ആയിരിക്കും. അതിൽ ഒരാളിനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ അയാളുടെ സാന്നിധ്യം നമ്മളെ എരിനരകാബ്ദിയിലേക്ക് കൊണ്ടുപോകും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് അവസ്ഥ. ഇത് ഇങ്ങനെ തിരിച്ചറിയണം. യെസ്, അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോവാം. അവിടെ എഴുതിയിരിക്കുന്ന കണ്ടല്ലോ ആദ്യത്തെ ശ്ലോകത്തിൻ്റെ. യെസ്, 26-ാം ശ്ലോകം. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന അവയവി ആവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്നു. അവശതയാം അവിവേകമൊന്നിനാലേ. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അവനിവനെന്നതിനാൽ അവൻ നിനയ്ക്കുന്നു. അവശതയാം അവിവേകമൊന്നിനാലേ. അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. അവൻ ഇവൻ എന്ന് അതിനാൽ അവൻ നിനയ്ക്കുന്നു. എന്തുകൊണ്ട്? അവശതയാം അവിവേകം ഒന്നിനാലേ. നമ്മൾ ഒളിമ്പിക്സിൻ്റെ പ്രോഗ്രാമൊക്കെ ടി വി കാണാറുണ്ട് അല്ലേ? ഒളിമ്പിക്സൊക്കെയുള്ള സമയത്ത്. അപ്പോൾ അത്ലറ്റ്സുകളും അതുപോലെ തന്നെ ഗുസ്തി നടത്തുന്നവരും ഇങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊരു ബലിഷ്ഠമായ ശരീരമാണ് അല്ലേ? അവരുടെ മസിലും ആണും പെണ്ണും എല്ലാം നല്ല മസിലൊക്കെ ഉള്ള എന്തൊരു ആരോഗ്യമാണ്. പക്ഷേ അവരുടെ പ്രാണൻ പോയി കഴിഞ്ഞാലോ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താകും? ഓരോ അവയവവും ഓരോരുത്തർത്തായി മാറും, എല്ലാം വിട്ടുപോകും. എത്ര ഗംഭീരനാണെങ്കിലും എത്ര മിടുക്കനാണെങ്കിലും എത്ര ബലിഷ്ഠനാണെങ്കിലും പ്രാണൻ പോയി കഴിഞ്ഞാൽ അവയവങ്ങളെല്ലാം വെവ്വേറെയായി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ അവയവങ്ങളെയെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരാണി അടിക്കുന്നത് പോലെ ചേർത്ത് വെച്ചിരിക്കുന്നതായ ഒന്നുണ്ട്. അതാണ് ജീവൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ? ആ ജീവൻ്റേതാണ് ഈ അവയവങ്ങളെല്ലാം തന്നെ. അതുകൊണ്ട് അതിനെ അവയവി എന്ന് പറയും. അപ്പം എന്താണ് അവയവി? അവയവങ്ങളെല്ലാം ചേർന്നിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അവയവി എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്കതിനെ ഈ ശരീരം എന്ന രീതി എന്ന് പറയാം. അവയവി ശരീരമാണ്. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. ആവി എന്നത് തമിഴ് പദമാണ്. ആവി എന്നതിൻ്റെ അർത്ഥം ആത്മാവ് എന്നതാണ്. ഒരുപക്ഷെ ഇതെല്ലാം ആവിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാനൊന്നും കഴിയില്ല, അത്ര സൂക്ഷ്മമാണ്. ആ അർത്ഥത്തിലായിരിക്കാം ആ തരത്തിൽ അവരതിനെ കാണാൻ കഴിയുന്നത്. ജലമായിട്ടിരിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും, ഐസായിട്ടിരിക്കുമ്പോഴും കാണാം. ആവിയായി കഴിഞ്ഞാലോ ഒന്നും കാണാൻ കഴിയില്ല, അദൃശ്യമാണ്. ആത്മാവ് അദൃശ്യമാണ്, അത് നിറഞ്ഞു നിൽക്കുന്നതാണ്. അവിടെ പിന്നെ അവയവങ്ങളൊന്നും പ്രത്യേകിച്ച് ഇല്ല. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി, ഈ അവയവങ്ങളെല്ലാം കൂടി ചേർന്നിരുന്നു കൊണ്ട് ഒരു ആണി അടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ചേർന്നിരിക്കുന്നു. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ അത് അവയവിയായി മാറി. ഈ അവയവിയാണ് ആവിയെ മറച്ചു വച്ചിരിക്കുന്നത്. ഈ ശരീരബോധമാണ്. അവയവമൊക്കെ അമർത്തി ആണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. ഒരാവരണമായിട്ട് അവിടെ ഉണ്ട്. അർത്ഥത്തിലേക്ക് പോയതിനു ശേഷം നമുക്കറിയാം. അതുകൊണ്ട് ആവിയെ കാണാത്തത് കൊണ്ട്, ഏകമായ സത്യത്തെ കാണാത്തത് കൊണ്ട് അവൻ ഇവൻ എന്ന് ഓരോരുത്തരും നേരെ നമ്മൾ കണ്ടതാണ്. അവൻ ഇവനെന്ന് കാണുന്നതെല്ലാം ഒറ്റ ആത്മസ്വരൂപമാണെന്ന് പറഞ്ഞു. അങ്ങനെ കാണാതിരുന്നു കഴിഞ്ഞാൽ അത് ആത്മവിരോധമാണെന്ന് കണ്ടു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഈ ആത്മാവിനെ കാണാൻ കഴിയില്ലാത്തത് എന്നതാണ് ഈ 26-ാം ശ്ലോകത്തിൽ സൂചിപ്പിക്കുക. എന്തുകൊണ്ടാണ് ആത്മാവിനെ
അഥവാ അവയവിയെ അഥവാ ഏകമായ ആത്മാവിനെ കാണാൻ കഴിയില്ലാത്തത് അതിന് മറഞ്ഞിരിക്കുകയാണ്, അതിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ആവരണം അതിൻ്റെ മുകളിലിട്ടിരിക്കുകയാണ്. ഞാനൊരു വലിയ മുണ്ടെടുത്ത് എൻ്റെ തലയിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ആവരണമായി, നിങ്ങൾക്ക് പിന്നെ എന്നെ കാണാൻ പറ്റില്ല എന്നതുപോലൊരു ആവരണം. ഓക്കെ, ഉറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്കറിയാമല്ലോ, വളരെ തമസി ക്ലൈമറ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകും. ഇന്ന് രാവിലെ ഒരു ക്ലാസ് 10 മണി മുതൽ 1 മണി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും തമോ ക്ലൈമറ്റായിരുന്നു രാവിലെ. അപ്പോൾ പലരും ഇങ്ങനെ സ്വപ്നത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാവാം. ഇപ്പോഴും അങ്ങനെ ഉണ്ടാവാം, കാരണം തമോ ഗുണം മുന്തി നിൽക്കുന്ന സമയമാണ്. ഇപ്പം നാമം ജപിക്കേണ്ട സമയം നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അവനിവനെന്നതിനാൽ അവൻ, ഏതുകൊണ്ട്? അവയവിയെ കാണാതിരിക്കുന്നത് കൊണ്ട്, ആത്മാവിനെ കാണാതിരിക്കുന്നത് കൊണ്ട്, ആ ആത്മാവിൻ്റെ അംശമാണ് ഓരോരുത്തരും എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട്, ഏകമായ ഞാനിൻ്റെ അംശമാണ് ഞാൻ എന്ന് വേറെ വേറെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന ബോധമില്ലാത്തത് കൊണ്ട് അവൻ ഇവൻ എന്ന് അതിനാൽ അവൻ നനയ്ക്കുന്നു, അങ്ങനെ ചിന്തിക്കുന്നു, കാണുന്നു. അവശതയാം അവിവേകം കൊണ്ടാണ്. എന്തവിവേകമാണ്? അവശത കൊണ്ടാണ്. അവിടെ നമ്മളതൊരു മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ആദ്യം കാണിച്ചിരിക്കുന്ന ഭാഗത്ത് എന്താണ്? അവിവേകം എന്ന് കണ്ടല്ലോ. അവിവേകം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അവശത കൊണ്ടാണ്. എന്താണ് അവശത? വശത എന്നാൽ വശപ്പെടുക എന്നാണ്, വിധേയമാവുക, അതിനനുസരണമാവുക എന്നുള്ളതാണ്. അങ്ങനെ വശപ്പെടാതിരിക്കുന്ന അവസ്ഥയ്ക്കാണ് അവശത എന്ന് പറയുന്നത്. വശപ്പെട്ട് കഴിഞ്ഞാൽ അവശതയുണ്ടാവില്ല. ഏതിന് വശപ്പെടണം? ആത്മാവിനെ വശപ്പെടണം. ഈ പ്രകൃതി നിയമം എന്താണോ പ്രകൃതി നിയമമായിരിക്കുന്നത്, ഏതൊരു നിയമത്തിന് വിധേയമാണോ ഈ സർവ്വതും ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ആ നിയതി തന്നെയാണ് നിയന്താവും. ആ നിയന്താവിനെ അറിയുമ്പോൾ, അഥവാ ആ ആത്മാവിനെ അറിയുമ്പോൾ, ഞാൻ അതിൻ്റെ അംശം മാത്രമാണെന്ന ബോധമുണ്ടാവും. അതോടുകൂടി അയാൾ സമർപ്പിതനായി. ഞാൻ വലിയ ഗംഭീരനാണെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുമ്പോഴാണ് അറിയുന്നത് ഞാനിതൊന്നുമല്ല. പിന്നെന്താണ്? ഈ വിരൽ പറയുകയാണ് ഞാൻ ഭയങ്കരനാണ്, എനിക്ക് മിടുക്കനാണെന്നൊക്കെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ ആകെയുള്ള ശരീരം വിചാരിച്ചെങ്കിലേ ഇത് ചലിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ ഓരോ വിരലും കൈയും എന്താണ്? ഈ ശരീരത്തിന് അല്ലെങ്കിൽ ശരീരത്തിലുള്ള ചലിപ്പിക്കുന്ന ആത്മാവിന് വിധേയമാണ്. അതാണ് സത്യം. ഞാൻ വിധേയമാണ് എന്ന് തിരിച്ചറിയുന്നതാണ് വശപ്പെടുക എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിന് വിധേയം? ഈ പ്രകൃതി നിയമത്തിന് അല്ലെങ്കിൽ പ്രപഞ്ച നിയമത്തിനായിരിക്കുന്ന ഏതൊരു സത്യമാണോ ആ സത്യത്തിന് അനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയുന്നതാണ് വശത എന്ന് പറയുന്നത്. അങ്ങനെ തിരിച്ചറിയാതെ എനിക്ക് സ്വന്തമായി എല്ലാം ചെയ്യാൻ കഴിയും എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ് അവശത. അതാണ് അവിവേകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അവിവേകം കൊണ്ടാണ്, എന്തുകൊണ്ടിങ്ങനെ അവിവേകം ഉണ്ടായി, അതാണ് അടുത്ത പ്രശ്നം. എങ്കിലും നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് മനസ്സിലാവുള്ളൂ. മുഴുവൻ പറഞ്ഞതിന് ശേഷമേ ആരോ ഇട്ടത് കാണിച്ചത്. എന്താണ് സംഭവം? എന്തുകൊണ്ടാണ് ഈ അവിവേകം ഉണ്ടാകാൻ കാരണം? അവശത കൊണ്ടാണ്. എന്താണ് അവശത ഉണ്ടാകാൻ കാരണം? വശപ്പെടാതെ. എന്തുകൊണ്ടാണ് വശപ്പെടാത്തത്? വശപ്പെടാൻ ഒന്നുണ്ടെന്ന് അറിയുന്നില്ലല്ലോ. ഏതിനാണ് ഞാൻ വശപ്പെടേണ്ടുന്നത് എന്നുള്ളത് ഒരു ധാരണയില്ല. ആരാണ് എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് വശപ്പെടാൻ കഴിയുകയുള്ളൂ. ഇതാണ് പ്രശ്നം. ഇത്രയും നാൾ അച്ഛൻ ആരാന്ന് അറിയാതിരുന്ന കുട്ടി ഒരു ദിവസം അച്ഛൻ ആരാണെന്ന് അറിയുകയാണ്. അതോടുകൂടി ഇന്നലെ വരെയും ശ്രദ്ധിക്കാതിരുന്ന ആ മനുഷ്യന് വിധേയമാവാൻ ഇന്ന് തയ്യാറാവുകയാണ്. ഇതാണ് വശപ്പെടൽ. അങ്ങനെ വശപ്പെടണമെങ്കിൽ ആത്മാവിനെ അറിയണമല്ലോ. ആത്മാവിനെ അറിയാതിരിക്കാൻ കാരണമെന്ത്? ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുന്നു. ആര് മറച്ചു വെച്ചിരിക്കുന്നു? ഇതാണ് പ്രശ്നം. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു നേരത്തെ, കഴിഞ്ഞ ദിവസം സന്ധ്യാവേളയിൽ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു മൂർഖൻ പാമ്പ് ഇങ്ങനെ പത്തി വിരിച്ച് നിൽക്കുകയാണ്. പ്രകാശം കൊണ്ടുവന്ന് ഒരാൾ പുറകെ വന്ന ആൾ ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇത് പാമ്പാണ്. എന്താണ് സംഭവിച്ചത്? ആ ഗുരുവിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്? ആ മലർമാല, നല്ല മനോഹരമായ
മാല പാമ്പായിട്ട് നമുക്ക് തോന്നി. മലർമാലയുടെ ഭാവത്തെ മറച്ചു വെച്ചിരിക്കുകയാണ്. എന്താണ് മറച്ചു വെച്ചിരുന്നത്? എന്താണ് അവിടെ മറച്ചു വെച്ചത്? പാമ്പ്, അല്ലേ? ഈ പാമ്പ് അവിടെ എങ്ങനെ വന്നു? കയറിൽ ഈ പാമ്പ് എങ്ങനെ വന്നു? മാലയിൽ ഈ പാമ്പ് എങ്ങനെ വന്നു? അവിടെ ഉണ്ടായിരുന്നോ? ലൈറ്റ് അടിച്ചു നോക്കിയപ്പം മലർമാലയാണല്ലോ കണ്ടത്. അന്നേരം നല്ല സന്തോഷം ഉണ്ടായി, അല്ലേ? കയറാണല്ലോ കണ്ടത്. ഭയം മാറി. ഭയം മാറിയ മാത്രം പോരാല്ലോ, സത്യത്തെ അറിയുമ്പോൾ ഒരു ആനന്ദമുണ്ടല്ലോ. അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഗുരു കയറ് മാറ്റി മാലയാക്കി. അതാണ് ഗുരുവിൻ്റെ ഒരു തിരുത്തൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാമ്പ് എവിടെ നിന്ന് വന്നു? പാമ്പ് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന സങ്കല്പമാണ്. ആ സങ്കല്പത്തെ നമ്മളെടുത്ത് എവിടോട്ട് ഇട്ടുകൊടുത്തു? ഈ കയറിൻ്റെ മുകളിലോട്ട് ഇട്ടുകൊടുത്തു. അപ്പോൾ കയറ് കാണാൻ പറ്റാതെയായി. ഈ ഒരു ആവരണം നമ്മളവിടെ ഇട്ടുകൊടുത്തു. അതിനെ വിക്ഷേപിക്കുക എന്നാണ് ഈ വേദാന്ത രീതിയിൽ ഒരു സാങ്കേതിക പദം ഉപയോഗിക്കുകയാണെങ്കിൽ. എന്തിനെ വിക്ഷേപിച്ചു? പാമ്പിൻ്റെ ഭാവത്തെ എടുത്ത് കയറിൻ്റെ മുകളിൽ വിക്ഷേപിച്ചു. അപ്പോൾ കയറ് മറഞ്ഞു, കയറിനൊരാവരണമായി. ആ ആവരണത്തെ കണ്ടതുകൊണ്ട് അതിനകത്തുണ്ടായിരിക്കുന്ന സത്യത്തെ കാണാൻ പറ്റാതെയായി. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആവരണ വിക്ഷേപം കൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ആത്മാവിനെ കാണാൻ. എന്താണ് ഇവിടുത്തെ ആവരണമായി കിടക്കുന്നത്? അവയവി, ശരീരം. ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ശരീരത്തെ ദ്യോതിപ്പിക്കുന്നതായ ഏതൊരു സത്യമാണോ അതിനെ കാണാതിരിക്കുന്നു. അവയവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന അവയവിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുന്നത്. ആത്മാവ് അകത്താണോ പുറത്താണോ എവിടെയാണെന്ന് ഒരു പിടിയുമില്ല. ആത്മാവ് ഉണ്ടെന്നും അറിയില്ല. എല്ലാം ശരീരത്തിൻ്റെ തലത്തിൽ നടക്കുന്നു, നമ്മൾ കാണുകയാണ്. അങ്ങനെയല്ലല്ലോ. ഈ ശരീരത്തെ ദ്യോതിപ്പിക്കുന്നത് ഏതൊരു അറിവാണോ ആ അറിവിനെ മറച്ചു വെച്ചിരിക്കുന്നതാണ് ഈ അവയവി എന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഗുരു അവയവമൊക്കെ അമർത്തിയാണിയായി നിന്ന് അവയവി ആവിയെ ആവരിച്ചിടുന്നു. ആവിയെ ആവരിച്ചിടുന്നു. ഏത്? അവയവി. ആ അവയവി ഭാവം, അതായത് പാമ്പിൻ്റെ ഭാവം നമ്മുടെ കൽപ്പനയിൽ നിന്ന് ഉണ്ടായതാണ്. അതെടുത്ത് എവിടെയിട്ടു? കയറിൻ്റെ മുകളിലിട്ടു. സത്യത്തിൻ്റെ മുകളിലിട്ടപ്പോൾ അസത്യം സത്യമാണെന്ന് വിചാരിച്ചു. പ്രശ്നം ഇതാണ്. അതാണ് മായ എന്ന് പറയുന്നത്. എന്താണ്? അസത്യത്തെ സത്യമാണെന്ന് ധരിച്ചു ഭ്രമിക്കുകയാണ്. പാമ്പ് അസത്യമാണ്. സത്യത്തെ കാണാതിരിക്കാനുള്ള കാരണം ഈ പാമ്പെന്ന ആവരണമാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ്? അസത്യത്തെ കണ്ടിട്ട് സത്യമാണെന്ന് വിചാരിച്ച് ഭ്രമിക്കുകയും സത്യത്തെ കാണാതിരിക്കുകയും ചെയ്യുന്നതാണ് മായ എന്ന് പറയുന്നത്. ഈ മായയ്ക്ക് എന്തുകൊണ്ടാണ് ഈ മായ ഉണ്ടായത്? നമ്മുടെ അറിവിലാണ് തെറ്റ് സംഭവിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ വേറെ പുതിയതായിട്ടൊന്നും സൃഷ്ടിച്ചില്ല. കയറ് പാമ്പായി മാറിയതൊന്നുമില്ല. കയറ് കയറായിട്ട് തന്നെ കിടക്കാണ്, മാല മാലയായിട്ട് തന്നെ കിടക്കാണ്. ഒരു മാറ്റവും സംഭവിച്ചില്ല. മാറ്റം എവിടെയാണ് സംഭവിച്ചത്? നമ്മുടെ അറിവിലാണ്. അപ്പോൾ അറിവിലുണ്ടാകുന്ന തെറ്റാണ് അത് എന്നതുകൊണ്ട് ഇങ്ങനെയുള്ള മായയെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എപ്പിസ്റ്റമോളജിക്കൽ എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അത് ജ്ഞാനശാസ്ത്രപരമായ മായ എന്ന് പറയും. ജ്ഞാനത്തിലുണ്ടായ തെറ്റാണ്, അറിവിലുണ്ടായ തെറ്റാണ്. ഇനിയും നമ്മൾ കുടം കണ്ടിട്ട് മണ്ണാണെന്ന് കാണാതിരിക്കുന്ന ഒരു മായയുണ്ട്, അല്ലേ? തിര കണ്ടിട്ട് ജലമാണെന്ന് അറിയാതിരിക്കുന്നൊരു മായയുണ്ട്. എന്താണത്? ആ മായ എന്ന് പറയുന്ന ഓണ്ടോളജിക്കൽ മായ എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വരൂപത്തിലുണ്ടാവുന്ന മാറ്റം. സ്വരൂപത്തിലാണ്. സ്വരൂപത്തെ കാണാൻ. ഏത് സ്വരൂപം? സ്വരൂപം മണ്ണാണ്. ആ മണ്ണ് തന്നെ എന്തായി മാറി? കുടമായി മാറി. മറ്റിടത്തൊന്നും മാറിയില്ല, ഇവിടെ മാറി. ആ മാറിയതിനെ നമ്മൾ കണ്ടിട്ട് മാറാത്ത ഇരിക്കുന്ന, അതിൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്ന മണ്ണിനെ കാണാതിരിക്കുക. അതിനാണ് നമ്മൾ ഓണ്ടോളജിക്കൽ മായ എന്ന് പറയുന്നത്. എന്താണ്? സ്വരൂപത്തിൽ ഉണ്ടാകുന്ന മാറ്റം.
ഇങ്ങനെ ഓക്കെ വെറുതെ യാദൃശ്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇവിടെ ഈ മായ ഉണ്ടാകുന്നത് കൊണ്ടാണ് എന്ത് നമ്മൾ കാണാതിരിക്കുന്നത്, ആത്മസ്വരൂപത്തെ അല്ലെങ്കിൽ ആത്മാവിനെ അഥവാ ആവിയെ കാണാതിരിക്കുന്നത്. ആവിയെ കാണാതിരിക്കുന്നത് അവയവി ആവിയെ മറച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ്. എൻ്റെ തലയിൽ ഞാനൊരു പുതപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ അവസ്ഥയാണ്. ആ പുതപ്പാണ് അവിടുത്തെ ആവരണമായിരിക്കുന്നത്. ആവരണം കൊണ്ട് എന്നെ കാണാൻ കഴിയുന്നില്ല. വ്യക്തം? യെസ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് 24-ാം ശ്ലോകത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26-ാം ശ്ലോകം അതിന് മറുപടി പറയും. ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ ആ 26-ാം ശ്ലോകത്തിൽ നമ്മൾ എഴുതിയിട്ടിരിക്കുന്നത് നോക്കിക്കോളൂ. ഓരോന്ന് അവയവി, ആവി അവിടെ നമ്മൾ വൃത്തത്തിലിട്ടിരിക്കുകയാണ്. ആവിയെ മറച്ചു വെച്ചിരിക്കുന്നതാണ് എന്തത്, അവയവി എന്ന് പറയുന്നത്. ആ അവയവിയിലേക്ക് നമ്മൾ ഫോക്കസ് ആവും. ഏതാണ്? ഞാൻ വേറെ എന്ന വേറെ വേറെ ഞാനുകളെ കാണുകയാണ്. അങ്ങനെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, അവശത എന്ന് പറയുന്നത്, വശപ്പെടാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവശത ഉണ്ടാകാൻ കാരണം? അവിവേകമാണ്. അവിവേകം എന്താണ് ഉണ്ടായത്? ആവരണ വിക്ഷേപമാണ്. നമ്മൾ വിക്ഷേപിച്ച പാമ്പിൻ്റെ ഭാവം അവിടെ ആവരണമായി മാറിയത് കൊണ്ട് അവിടെ ഇരിക്കുന്ന കയറാകുന്ന സത്യത്തെ കാണാതെ അസത്യമാകുന്ന പാമ്പ് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഭ്രമിച്ച് ദുഃഖിച്ച് ഭയന്ന് കഴിയുകയാണ്. എന്താണ്? ഈ ലോകത്തെ നമ്മൾ കണ്ടിട്ട് അന്യന്മാരായി കണ്ടുകൊണ്ട് നമ്മൾ ഭയന്ന് ദുഃഖിച്ച് വിഷമിച്ച് നരകിച്ചു കഴിയുകയാണ്. അതാണ് നരകം എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു തലം നമ്മൾ എടുക്കുകയാണെങ്കിൽ. നരകവും പാപവും പുണ്യവും ഒന്നും അവിടെ ഇല്ല. പക്ഷെ അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ ഇത് തന്നെയാണ് നരകം. നരകാബ്ദിയിൽ വീണെരിയാൻ കാര്യം നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മളുടെ ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട്, ഏകമായ സത്യത്തെ അറിയാതിരിക്കുന്നത് കൊണ്ട് വേറെ 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 എന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ചുള്ള ഭ്രമം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. വ്യക്തം? സ്പഷ്ടമാണല്ലോ? സംശയമുണ്ടോ? ഇല്ലല്ലോ. ഇനി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ആത്മാവിൻ്റെ സ്വരൂപം? വിജ്ഞാപനം ചെയ്യുകയാണ് ഗുരു 27-ാം ശ്ലോകത്തോടുകൂടി. 10-ാം ശ്ലോകത്തിൽ തുടങ്ങി വെച്ച അന്വേഷണം, തികച്ചും ശാസ്ത്രീയമായ അന്വേഷണം, 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങളിൽ നൈതികത എന്താണെന്ന് പറയേണ്ട സാഹചര്യമുണ്ടായി. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാൻ കാരണം എന്താണ്? പല ഞാനുകളെ കാണുന്ന അവസ്ഥയുണ്ടായി. അവൻ ഇവൻ എന്ന് വേറെ വേറെയായി നമ്മൾ കാണാറുണ്ട്. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് നൈതിക. ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു പ്രശ്നവുമില്ല. ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും നമ്മളായി കാണാൻ കഴിയുകയാണെങ്കിൽ അവിടെ നൈതികതയുടെ പ്രശ്നം. നീ ആരാണെന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? കോ നാമദേശകാജാതി ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പക്ഷെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ആരെയും അറിയില്ല. ഞാൻ വേറെ അവൻ വേറെ എന്ന് അറിയുന്നതുകൊണ്ടാണ്. രണ്ടുപേരും ഇരിക്കുക. അവർ ഇരുട്ടിലാണ് ഇരിക്കുന്നത്, അജ്ഞാനമാകുന്ന ഇരുട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്. അവർ പ്രകാശത്തിലാണ് ഇരുന്നതെങ്കിൽ അവർ ചോദിക്കേണ്ടി വരില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ രണ്ടുപേരും ഒരേ ആത്മാവിൻ്റെ സ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ആര് എന്ന ചോദ്യത്തിനോട് പ്രസക്തിയില്ല. നീയും ഞാനും ഒരേ ആത്മസ്വരൂപത്തിൻ്റെ അംശം തന്നെയാണ്, ആത്മാവ് തന്നെയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു തിരമാല മറ്റൊരു തിരമാല നിന്നോട് നീ ആര് എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല. കാരണം രണ്ടും ഒരേ ജലം തന്നെയാണ് ഭാവം പകർന്നിരിക്കുന്നത് എന്ന ബോധ്യം വരുന്നില്ല എന്നതുകൊണ്ടാണ് ഈ നൈതികതയുടെ പ്രസക്തി ഉണ്ടായതും. 21-ാം ശ്ലോകം മുതൽ 25 വരെ വന്ന് 25-ൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ എന്താണതിൻ്റെ അപകടം, അങ്ങനെ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് 25-ൽ പറഞ്ഞു. എന്തുകൊണ്ട് ആ അവിവേകത്തിലേക്ക് പോകുന്നു എന്ന് 26-ലും പറഞ്ഞു. 27-ൽ പറയാൻ പോകുന്നത് ആത്മാവിൻ്റെ സ്വരൂപം എന്ത് എന്നതാണ്. നോക്കാം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ അറിവതുതാൻ അധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം.
ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ അറിവതുതാൻ അധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ. രണ്ട് ശ്ലോകങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും എത്തിയത് അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഏതാണ്ട് 6:35 ആകുമ്പോൾ എല്ലാവരും എത്തുമായിരുന്നു. എന്തോ ഇരുട്ടിയിട്ട് വരാമെന്ന് ചോദിച്ചു. അതാണ്. കാരണം നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് അനുസരിച്ച് ജീവിക്കണമല്ലോ. ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാ. ഇരുളിലിരുന്ന് അറിയുന്നതാകും ആത്മാ. അറിവത് താൻ അഥ അത് തന്നെയാണ് എന്തായി മാറുന്നത്? നാമരൂപമായും കരണങ്ങളായും ഇന്ദ്രിയങ്ങളായും എന്ന് വേണ്ട ഈ അനേക ലോകങ്ങളായി. There are billions and billions and billions of solar systems in this universe, isn't it? അല്ലേ? അനേക കോടി സൗരയുധങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അതെല്ലാമായി മാറുന്നത് ഏതാണ്? ഈ അറിവാണ് എന്നിവിടെ പറയാം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ. ആരോ ഇടാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ. രണ്ട് തലങ്ങളുണ്ട് ഈ ഇരുളിലിരുന്ന് അറിയുക എന്നതിന്. അത് അറിവാണ്. നമുക്കതിലേക്ക് ഡീറ്റെയിൽസ് പിന്നെ പോവാം. അത് അറിവാണ്. ആ അറിവ് തന്നെയാണ് നിരുപാധികമായ അറിവ്. സ്വാഭാവികമല്ല. സ്വാഭാവികമായ അറിവുകളുടെ എല്ലാം അറിവായിരിക്കുന്ന നിരുപാധികമായ അറിവാണ് ഏത്? ആത്മാവ് എന്ന് പറയുന്നു. ആ നിരുപാധികമായ അറിവാണ് എല്ലാ സ്വാഭാവികമായ അറിവുകളായി അല്ലെങ്കിൽ സ്വാഭാവികങ്ങളായി പ്രകടമാവുന്നത്. അത് എന്തൊക്കെയാണെന്നാണ് നമ്മളൊരു മരം പോലെ വരച്ചവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണത്? നാമം, രൂപം, അതുപോലെ തന്നെ കരണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, കർത്തൃത്വബോധം, അവർ ചെയ്യുന്ന കർമ്മം എന്ന് വേണ്ട എന്തെല്ലാം ഉണ്ട്. അതെല്ലാമായി ഭാവം പകർന്നു നിൽക്കുന്നത് എന്താണ്? ഈ ഒരൊറ്റ അറിവാണ്. ഈ നിരുപാധികമായ അറിവാണ്. ദാറ്റ് അബ്സല്യൂട്ട് നോളജ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ധാരാളം റിലേറ്റീവുകളായി അല്ലെങ്കിൽ സ്വാഭാവികങ്ങളായി നമ്മൾ ഓരോരുത്തരുമായി നമ്മുടെ കരണങ്ങളും നമ്മുടെ ഇന്ദ്രിയങ്ങളും എന്ന് വേണ്ട എന്തെല്ലാം അതിസൂക്ഷ്മമുണ്ടോ ഏതെല്ലാം അതിസ്ഥൂലമുണ്ടോ അതെല്ലാമായിട്ട് ഭാവം പകർന്നിരിക്കുന്നത് എന്നാണ്. നമുക്ക് ആദ്യത്തെ നോക്കാം. ഇരുളിലിരുന്നറിയുന്നതാകും. എന്താണ് ഇരുളിലിരുന്നറിയുക? അതിന് രണ്ട് മാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മനോബുദ്ധീന്ദ്രിയങ്ങളെല്ലാം ഇരുട്ടിലായിരിക്കുമ്പോൾ. അതുകൊണ്ടാണ് ഇരുട്ടിൽ കൊണ്ട് അവിടെ ഇരുത്തിയതിൻ്റെ മറ്റൊരു കാര്യം. നമ്മുടെ പരീക്ഷണത്തിൽ ഇരുട്ടിലിരുത്തിയിരിക്കുന്നതിൻ്റെ ഒരു മുഖ്യ കാരണം അവിടെ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കാൻ അറിയാൻ കഴിയുന്നില്ല. നമ്മളുടെ 5 ഇന്ദ്രിയങ്ങളും ഇല്ല എന്ന് വിചാരിക്കുക. മനസ്സുമില്ല, ബുദ്ധിയുമില്ല, സങ്കല്പിക്കാനും കഴിയില്ല, വിലയിരുത്തി കാണാനും കഴിയില്ല. അപ്പോഴും എന്തുണ്ടാവും? അതുകൊണ്ടാണ് ഗുരു നിത്യചൈതന്യതി അഹമിരുളല്ലിരുളാകിലന്ധരായി നാം ആ ശ്ലോകം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞത്. തൊട്ട് നോക്കാൻ കഴിയുന്നില്ല, കൈയൊക്കെ കെട്ടിവെച്ചേക്കുന്ന മാതിരി ഇരിക്കുകയാണ്. കണ്ണ് കാണാൻ കഴിയുന്നില്ല, കേൾക്കാനായി ഒരു ശബ്ദമില്ല, ഭയങ്കര കുഴലിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 5 ഇന്ദ്രിയങ്ങളും. പിന്നെ അവിടെ സങ്കല്പത്തിന് പ്രസക്തിയുമില്ല. എന്ത് സങ്കല്പിക്കാൻ? ഇനിയും സങ്കല്പിക്കാൻ
പറ്റാത്ത ഒരവസ്ഥ കൂടാണെന്ന് വിചാരിച്ചു നോക്കൂ. സുഷുപ്തിയിൽ അങ്ങനെയാണ്. ഇങ്ങനെ മനോബുദ്ധീന്ദ്രിയങ്ങളെല്ലാം ഇരുട്ടിലായാൽ, അങ്ങനെ ഇരുട്ടിലായിരിക്കുമ്പോഴും ഓരോ ജീവിയും അറിയുന്നുണ്ട് ഞാൻ എന്ന ബോധം. ആ ഞാനെന്ന ബോധത്തെയാണ് ഇവിടെ ആത്മാവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ ആത്മാവ് പിന്നെന്തായി മാറുകയാണ്? സങ്കല്പങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, നാമരൂപാത്മകമായ ലോകം എല്ലാമായിട്ട് വിശാലമായിട്ട് ഇങ്ങനെ പ്രകടമാവുകയാണ്. പ്രതീതികളാണ് അതെല്ലാം. ജലത്തിൽ നിന്ന് വേറെയല്ല തിര, ജലത്തിൽ നിന്ന് വേറെയല്ല കടൽ. ജലം തന്നെ കടലിൻ്റെ ഭാവത്തിലിരിക്കുന്നു, കുമിളയുടെ ഭാവത്തിലിരിക്കുന്നു, ഓളങ്ങളുടെ ഭാവത്തിലിരിക്കുന്നു, വൻ തിരമാലകളുടെ ഭാവത്തിലിരിക്കുന്നു. അതിനെല്ലാം അകവും പുറവും നിറഞ്ഞിരിക്കുന്നത് ഒരൊറ്റ നിരുപാധികമായ വസ്തുവാണ്, അത് ജലമാണ്. അതിൻ്റെ ഉപാധിയാണ് എന്തെന്ന് പറയുന്നത്? തിരമാല എന്നൊരു ഉപാധിയാണ്, കടൽ എന്ന ഉപാധിയാണ്, കുമിള എന്ന ഉപാധിയാണ്. ഈ ഉപാധികളെല്ലാം വിട്ടാലും എന്തുണ്ടാവും? ജലമുണ്ടാവും. സ്വർണം എന്തെല്ലാം ഉപാധികളോടുകൂടിയാണ് ഇരിക്കുന്നത് അല്ലേ? ആഭരണങ്ങളായിട്ടിരിക്കുന്നു, ബിസ്ക്കറ്റായിട്ടിരിക്കുന്നു. ഏതെങ്കിലും ഒരു ഉപാധിയായിട്ട് എന്ത് ചെയ്യുള്ളൂ? സ്വർണം നിലനിൽക്കുന്നുള്ളൂ. ആ ഉപാധികളൊന്നും സ്ഥായിയല്ല, അതൊന്നും സനാതനമല്ല, അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ കാണപ്പെടുന്നതൊന്നും സനാതനമല്ല. എന്താണ്? എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നത്. അവർ മൈൻഡ്, കരണങ്ങൾ, അന്ധകരണം എന്ന് പറയുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അന്ധകരണം? മനസ്സ്, ബുദ്ധി, ഈഗോ, ചിത്തം എന്ന് പറയുന്ന 4 തലങ്ങളാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ? നമ്മുടെ ബുദ്ധി, പഴയ ബുദ്ധി ഇപ്പോൾ ഉണ്ടോ? നമ്മൾ പറയാറുണ്ടോ പ്രായമായില്ലേ ബുദ്ധിയൊക്കെ കെട്ടു എന്ന് പറയാറുണ്ട്, ഒന്നും ഓർമ്മയില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ മെമ്മറി മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ബുദ്ധി മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ശരീരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, സങ്കല്പങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, സർവ്വതും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതൊന്നും സനാതനമല്ല. സനാതനമായിട്ടുള്ളത് ഒറ്റ സത്യം തന്നെയാണ്, ഒരു നിരുപാധികമായ സത്യമാണ്. ആ നിരുപാധികമായ അറിവാണത് ഞാൻ എന്ന് ഞാൻ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സർവ്വതിനെയും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ ഒരൊറ്റ ഏകമായ അറിവിൽ നിന്നുകൊണ്ടാണ്. അപ്പം എല്ലാം അറിവുകളുടെയും അറിവായിരിക്കുന്ന അറിവിനെയാണ് നിരുപാധികമായ അറിവ് എന്ന് നമ്മൾ പറഞ്ഞത്. ദാറ്റ് അബ്സല്യൂട്ട് ലെവൽ. അറിവതുതാൻ അഥ, അതാണ് പിന്നീട് എന്തായി മാറുന്നത്? നാമരൂപം. നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ പേരുണ്ട് അല്ലേ? എല്ലാ ആൾക്കും ഒരു പേരുണ്ടെന്ന് മാത്രമല്ല, എല്ലാ ആൾക്കാരുടെയും ഓരോ അവയവത്തിനും ഓരോ പേരുണ്ട് അല്ലേ? അതിനൊരു രൂപമുണ്ട്. മുടി എന്ന് പറയുന്ന ഉടനെ നമ്മുടെ മനസ്സിൽ ഒരു രൂപം വന്നു കഴിഞ്ഞു. വിളക്ക് എന്ന് പറയുമ്പോൾ ഒരു രൂപം വന്നു കഴിഞ്ഞു. അതാണ് നാമരൂപാത്മകമാണ് ഈ ലോകം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നാമരൂപങ്ങളുടെ ആകെത്തുകയാണ്. പിന്നെ അന്ധകരണങ്ങൾ, പിന്നീട് ശരീരം, അതിനെല്ലാം കൂടെ ചേർത്തിട്ട് ഭഗവാന്റെ ഉടലാണെന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൻ്റെ 2-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഭഗവത്ഗീതയിൽ 55 ശ്ലോകങ്ങളിലാണ് വിശ്വരൂപം വിശദീകരിക്കുന്നത്. അതെല്ലാം കാണാതെ പഠിച്ചു കഴിഞ്ഞാലും ഒരു ബോധ്യം വരില്ല. പകരം ഈ ഒരൊറ്റ ശ്ലോകം കൊണ്ട് കൃത്യമായിട്ട് ബോധ്യമാവും. എന്താണത്? കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയുമനേക ജഗത്തുമോർക്കിലെല്ലാം പരബലി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ്. ആ മഹാസത്യത്തിൻ്റെ, ആ നിരുപാധികമായ സത്യത്തിൻ്റെ, നിരുപാധികമായ അറിവിൻ്റെ അഥവാ ഭഗവാന്റെ, ആ ഭാനുമാൻ്റെ എന്താണ്? തിരുവുടലാണ് ഈ പ്രപഞ്ചം. നമ്മൾ ഓരോരുത്തരും, നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും ഒക്കെ എന്താണ്? ആ ഒരൊറ്റ സത്യത്തിൻ്റെ ഭാവപ്പകർച്ച മാത്രമാണ്. എന്താണത്? അതാണ് ആ മഹാസത്യം. ഇതിനെയെല്ലാം, ഈ പറഞ്ഞ മഹാസത്യത്തെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയുക ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ദ്രിയങ്ങൾ ഇരുട്ടിലാണെങ്കിലും അത് നമ്മെ അറിയിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. മനസ്സോ ബുദ്ധി കൊണ്ടോ അറിയാൻ കഴിയുന്നതാണോ പരമമായ സത്യം? അങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ?
ഉണ്ടോ? എന്നാൽ കേട്ടുകൂടെ, ഇതാ ഇരിക്കുന്നതെല്ലാം എന്ത് തന്നെയാണ്? അത് തന്നെയാണ്. ആ രീതിയിൽ നമ്മൾ കാണുമ്പോഴാണ്, അപ്പോഴാണ് 88-ാം ശ്ലോകത്തിൽ ഗുരു നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്താണ്? അതൊരു അനുഭൂതിയുടെ തലമാണ്. എന്താണത്? ആത്മോപദേശ ശതകം 88-ാം ശ്ലോകം ഏതാണ്? സർവവുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹനിതു സർവവും ഏകമായി ഗ്രഹിക്കും. ഇതെല്ലാം ഉള്ളത്, ഈ കാണുന്ന ഉള്ളതെല്ലാം പരമാർത്ഥത്തിലുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പരമാർത്ഥത്തിലുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ളതെല്ലാമായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ കണ്ണും മൂക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളെല്ലാം എന്ന് പറയുന്നത് പരമമായ ഒരു സത്യമുണ്ട്. അത് തന്നെയാണ് ഈ രീതിയിലൊക്കെ ഭാവം പകർന്നിരിക്കുന്നത്. കടലായും എല്ലാം ഇരിക്കുന്നത് ജലം എന്ന് പറയുന്ന പരമാർത്ഥമാണ്, സ്ഥിര യാഥാർത്ഥ്യവുമാണ്. സർവവുമുള്ളതു തന്നെ തത്വചിന്താഗ്രഹം. ഇത് ബോധ്യമാകണമെങ്കിൽ ആരാണ്? തത്വചിന്ത, ഈ സത്യം തിരിച്ചറിഞ്ഞ വ്യക്തിക്ക് ഇതെല്ലാം ഉള്ള ഒരു സത്യം തന്നെയാണ് ഈ ഉള്ളതെല്ലാമായിട്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടും. അത്രയേ ഉള്ളൂ. അപ്പം രണ്ടുള്ളതില്ല, ഒരു ഉള്ളതേ ഉള്ളൂ. ആ ഒരു ഉള്ളത് എന്താണോ അതാണ് ഈ ഉള്ളതെല്ലാമായിട്ടിരിക്കുക. എൻ്റെ മനസ്സും ബുദ്ധിയും ശരീരവും അവനും ഇവനും മറ്റവനും എന്ന് വേണ്ട എന്തെല്ലാമായിട്ടുണ്ടോ അതെല്ലാം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഉള്ളതെല്ലാം യഥാർത്ഥത്തിലുള്ളതെന്തോ അതാണ് ഭാവം പകർന്നിരിക്കുന്നത് എന്നാണ് ആ ശ്ലോകത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 16-ാം ശ്ലോകത്തിൽ നാസദേ വിദ്യതേ ഭാവോ നഭാവോ വിദ്യതേ സദഹ ഉഭയോരഭിദൃഷ്ട്വാന്തോ സ്തനയോ തത്വദർശിഭിഹി. എന്താണ്? ഉള്ളത് എപ്പോഴും ഭാവത്തോടു കൂടിയേ നിലനിൽക്കുകയുള്ളൂ. ഇല്ലാത്തതിന് ഭാവം ഉണ്ടാവുകയില്ല. സ്വർണം ഉണ്ട്, അതുകൊണ്ട് സ്വർണം എപ്പോഴും എങ്ങനെയിരിക്കും? രൂപത്തിലേ ഇരിക്കാൻ പറ്റുള്ളൂ. അതിന് രൂപമില്ലെങ്കിൽ ഇല്ലാത്ത സ്വർണത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതാണ് ശുദ്ധമായ സ്വർണം. ശുദ്ധമായ സ്വർണം നമ്മുടെ കണ്ണിനും ചെവിക്കും കാതിനും ഒന്നും ബോധ്യപ്പെടുന്നതല്ല. അത് രൂപമായി ഭാവം പകർന്നിരിക്കുമ്പോഴാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അതുപോലെ പരമമായ സത്യം, നിരുപാധികമായ ആ അറിവ് സ്വാഭാവികമായി പ്രകടമാകുമ്പോഴാണ് നമുക്ക് ബോധ്യമാവുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒരു അറിവിൽ, അനുഭൂതിയിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമേ അരൂപമായ സത്യത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അത് ആനന്ദം ആണ്, അത് നടുനിലയാണ്, അത് മൂല്യങ്ങളുടെ ആകത്തുകയാണ്. നിരുപാധികമായ സ്നേഹവും നിരുപാധികമായ അനുകമ്പയും നിരുപാധികമായ കാരുണ്യവും അഹിംസയും എല്ലാം ചേർന്നുള്ള ശ്രേഷ്ഠമൂല്യങ്ങളിൽ ആകവേ ആഴ്ന്നിരിക്കുന്നവരാണ് ഗുരുവിനെ പുറണ്ടായിരിക്കുന്ന ഋഷികൾ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഏതിലാണ് ആഴണം വാഴണം? ആ മൂല്യങ്ങളിൽ. സകല ജീവജാലങ്ങളെയും എപ്പോഴും സ്നേഹത്തോടെ കാണാൻ കഴിയുന്ന, സർവ്വതിനെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നതായ ഒരു മനോഭാവം എന്തൊരു ആനന്ദം ആയിരിക്കും. അതിൻ്റെ ആഴം എങ്ങനെ അളക്കാൻ കഴിയും? അല്ലേ? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. നിന്നിൽ ഏതിലാണ് അസ്പന്ദമാവേണ്ടുന്നത്? ഭഗവാനിൽ, ഈശ്വരനിൽ, ദൈവത്തിൽ എന്നൊക്കെ നമ്മൾ പറയും. എന്താണ് ദൈവം? ദൈവം നിരുപാധികമായ സ്നേഹമാകുന്നു. അൺകണ്ടീഷണൽ ലവ്, അൺകണ്ടീഷണൽ കമ്പാഷൻ. ആ നിരുപാധികമായ സ്നേഹത്തിൽ ഞാൻ ആഴ്ന്നിറങ്ങണം. ഭഗവാനെ ആ നിരുപാധികമായ സ്നേഹം, ആ അനുകമ്പ, ആ കാരുണ്യം എന്നിൽ നിന്ന് ഒരിക്കലും എടുത്തു മാറ്റരുത് എന്നാണ് ഈ 2-ാം ശ്ലോകത്തിൽ വാസ്തവത്തിൽ അർത്ഥന. ദൈവത്തിൽ ഉറച്ചിരിക്കണമെന്ന് പറയുമ്പോൾ നിരുപാധികമായ അറിവ്. ആ നിരുപാധികമായ അറിവ് എന്താണ്? അറിവിതാണ്.
ലോകത്തിലുള്ള സകല ജീവജാലങ്ങളെയും തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നതിന് അപ്പുറം ഒരു ആനന്ദം ഈ ലോകത്തിലുണ്ടോ? ഒരാളിനെ നമുക്ക് വിരോധമായി കഴിഞ്ഞാൽ നമ്മൾ നരകാബ്ദിയിലേക്ക് വീഴുകയാണ്. അപ്പം എന്താണ് ആ ആനന്ദം? യെസ്, എന്താണ്? അപ്പം ഇരുളിലിരുന്നറിയുന്നു എന്ന് പറയുന്ന ഒന്നത് ഏത്? മനോബുദ്ധീന്ദ്രിയങ്ങൾ ഇരുട്ടിലാണെങ്കിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഞാൻ എന്ന അറിവ്, ആത്മാവ്. രണ്ടാമത്തേത് ഇരുളിൽ ഇരുന്നാണ് അറിവ്. ഇത് സർവ്വതിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതിരിൽ? ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ദൈവം എല്ലാം അറിയുന്നു. നീ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ, ഇതൊക്കെ ദൈവം ആരും അറിയുന്നില്ലെങ്കിലും ദൈവം അറിയുന്നുണ്ട് നമ്മൾ പറയാറുണ്ട്. ആ ദൈവം എവിടെ ഇരുന്നാണ് ഇതൊക്കെ അറിയുന്നത്? അല്ലേ? ഭാരതീയ സങ്കല്പമൊക്കെ അനുസരിച്ച് ഭാരതീയ മതങ്ങൾ പൊതുവെ പറയുന്ന ഏതോ ഒരു ഗുഹയിൽ ഇരുന്നു കൊണ്ട് ദൈവം ഇത് അറിയും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ഇടത്തിലിരുന്നു കൊണ്ട് ഇത് സർവ്വതും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ തമാശയായിട്ടൊക്കെ പറയാറുണ്ട്, ദൈവം വലിയ നമ്മളിങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. ഇനി ക്ഷേത്രത്തിൽ പോയിരിക്കാന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഇരുത്തില്ല, പള്ളിയിൽ പോയിരിക്കും അവിടെ ഇരുത്തില്ല. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? ശബരിമലയിൽ പോയി. അവിടെ ഓരോരുത്തരും വരില്ലല്ലോ എന്ന് വിചാരിച്ചു. അവിടെ സകല കുഴപ്പക്കാരും തെങ്ങും വാങ്ങിച്ചുകൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ഭഗവാൻ തൻ്റെ മന്ത്രിയോട് ചോദിച്ചോട്ടെ, ഞാനിനി എന്താ ചെയ്യുക? അപ്പം മന്ത്രിമാരാണല്ലോ ഈ ഭയങ്കര മിടുക്കന്മാർ. മന്ത്രി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇവന്മാർ ജീവിതത്തിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമുണ്ട്, അവിടെ കയറി ഒളിച്ചാൽ മതി. അതേതാണ്? അവനവൻ്റെ ഹൃദയം. ഓരോരുത്തരുടെയും ഹൃദയമായിട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഇരിക്കുന്നതാണ് ആര്? ഭഗവാൻ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻ പദം. ഇങ്ങനെ ഈ സത്യം ഇരുളിലിരുന്നു കൊണ്ട് സർവ്വതും അറിയുന്നു എന്ന അർത്ഥത്തിലും നമ്മൾ ഇതിനെ എടുക്കുക. രണ്ട് തലമാണ്. ഒന്ന്, മനോബുദ്ധീന്ദ്രിയങ്ങളുടെ തലത്തിൽ ഇരുന്നു കൊണ്ട് അറിയാൻ കഴിയില്ലാത്തതാണ്. മനോബുദ്ധീന്ദ്രിയങ്ങളെല്ലാം ഇരുട്ടിലാണെങ്കിൽ മാത്രം, അങ്ങനെ ആയിരിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ബുദ്ധി കൊണ്ട് വിലയിരുത്തിയോ മനസ്സുകൊണ്ട് സങ്കല്പിച്ചോ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദികളാകുന്ന ഇന്ദ്രിയാനുഭവം കൊണ്ടോ സത്യത്തെ അറിയാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ 10ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷയഃ അഹമാദുർഹ്യദേവാനാം മഹർഷീണാം ച സർവശഃ. എന്താണ്? നമേ എന്നെ, നമേ അറിയാൻ കഴിയും, നമേ വിദു വിദു അറിയുക, നമേ വിദു എന്നെ അറിയാൻ കഴിയില്ല. ആരെ? ഭഗവാനെ അറിയാൻ കഴിയില്ല. ഭഗവാൻ അർജുൻ, നമ്മൾ ഓരോരുത്തരും അർജുനന്മാരാണ്. പറഞ്ഞു തരികയാണ്, എന്താണ്? എന്നെ നിനക്കറിയാൻ കഴിയുകയില്ല. നിനക്കറിയാൻ കഴിയില്ല എന്നല്ല, പിന്നെന്താണ്? നീ വെറും സാധാരണക്കാരൻ. നമേ വിദു സുരഗണ, ദേവന്മാർക്ക് പോലും എന്നെ അറിയാൻ കഴിയില്ല. നമ്മൾ വിചാരിച്ചിരിക്കും ദേവന്മാർക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യം ലോകത്തില്ലെന്നാണ്. ആ ഒരു സങ്കല്പമൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദേവ എന്ന് സംബോധന ചെയ്യുന്നതും. പക്ഷേ സുരഗണ, പിന്നെയോ മഹർഷിമാർക്കും എന്നെ അറിയാൻ കഴിയില്ല. കുഴഞ്ഞല്ല കാര്യം അല്ലേ? നമ്മൾ ഗുരുവിനറിയാമെന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഇപ്പം പറയുന്നു മഹർഷിക്ക് അറിയാൻ കഴിയില്ല, ദേവന്മാർക്ക് അറിയാൻ കഴിയില്ല, പിന്നെ ആർക്കറിയാൻ കഴിയും? നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. ഞാൻ ദേവന്മാരുടെയും മഹർഷിമാരുടെയും എല്ലാം ആദിമസത്തയാണ്. അവരുടെ എല്ലാം ആദിമസത്തയായിരിക്കുന്ന എന്നെ അവർക്കറിയാൻ കഴിയുകയില്ലെങ്കിൽ പിന്നെ ഭഗവാനെ നമ്മുടെ കാര്യം പറയേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അതിനകത്ത് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലല്ല. പിന്നെന്താണ്? മനോബുദ്ധീന്ദ്രിയങ്ങൾ കൊണ്ട് എന്നെ അറിയാൻ കഴിയില്ല. ദൈവത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ തോരാത്തിൽ വരും അല്ലേ? ഞാൻ ദൈവത്തെ കണ്ടുവരിക്കാൻ നിങ്ങൾ എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ സാധിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യ ദൈവങ്ങൾ ധാരാളം ഉള്ളൊരു കാലഘട്ടമാണ്. അവരെല്ലാം പറയുന്നത് ഞാൻ ദൈവത്തെ കണ്ടു എന്നാണ് പറയുന്നത്. ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ
കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, ചെവി കൊണ്ട് കേട്ടറിയാൻ കഴിയില്ല, ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയാൻ കഴിയുന്നതല്ല, മനസ്സുകൊണ്ട് സങ്കല്പിക്കാനും കഴിയില്ല. അത് അരൂപമാണ്. അരൂപമാണെങ്കിലേ സർവ്വടത്തും ഇരിക്കാൻ കഴിയുകയുള്ളൂ. സമയം കഴിഞ്ഞോ? മനസ്സിലാവുന്നുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോബുദ്ധീന്ദ്രിയങ്ങളുടെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തെ അറിയാൻ കഴിയുകയുള്ളൂ, ആ ആനന്ദം അറിയാൻ കഴിയുകയുള്ളൂ എന്നർത്ഥം. അതീന്ദ്രിയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയാതീതമായ ഒരു അനുഭൂതിയാണ്. എല്ലാ കാര്യങ്ങളും വാസ്തവത്തിൽ അങ്ങനെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി ഇന്ദ്രിയമാണ്, അല്ലേ? പക്ഷേ അത് ക്യാൻ യു എക്സ്പ്ലെയിൻ ഇറ്റ്? ചായ കുടിച്ചപ്പോൾ അനുഭൂതി എങ്ങനെയാണെന്ന് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? നമ്മൾ പറയും മധുരമുണ്ട്, തേയിലയുടെ ഗുണമുണ്ട്, അതോടെ പാലിൻ്റെ ഗുണമുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾ പോയി കുറേ പാലെടുത്ത് കഴിക്കും, കുറേ തേയില എടുത്ത് കഴിക്കും, കുറേ പഞ്ചാര എടുത്ത് കഴിക്കും, ചായ കിട്ടുമോ? ഇല്ല. അതിൻ്റെ അനുഭൂതി നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ലാത്തതാണ്. പക്ഷേ അത് നമുക്ക് ഇന്ദ്രിയത്തിൽ ആ അനുഭവം ഉണ്ട്. പഞ്ചസാരയുടെ അനുഭൂതി ഇന്ദ്രിയത്തിൽ അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ അനുഭൂതി ഇന്ദ്രിയാതീതമായ ആനന്ദം ആണ്. ആത്മാവിലെത്തിക്കഴിയുമ്പോൾ, ആത്മാവ് എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞ നിരുപാധികമായ അറിവാന്ന് പറഞ്ഞു. എന്താണ് നിരുപാധികമായ അറിവ്? നിരുപാധികമായ സ്നേഹം, നിരുപാധികമായ അനുകമ്പ, നിരുപാധികമായ കാരുണ്യം, നിരുപാധികമായ അഹിംസ, നിരുപാധികമായ ക്ഷമ. ഗുരു പറയുന്നുണ്ട് ഭൂമിയോളം ക്ഷമിക്കണമെന്നൊക്കെ. ഇതെല്ലാം കൂടെ ചേർന്നുള്ള ശ്രേഷ്ഠ മൂല്യങ്ങളിൽ നാം ആഴ്ന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതിയുണ്ട്. അവിടേക്ക് എത്തുന്നതിന് ചില കാര്യങ്ങളുണ്ട്. ആ എത്തിക്കഴിയുമ്പോൾ അനുഭൂതിയാണ്, ആനന്ദമാണ്. അവിടെ സുഖത്തെയും ദുഃഖത്തെയും ഒരേപോലെ ചേർത്ത് വയ്ക്കുന്ന നടുനിലയാണ്. ഗുരുവിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വടക്കേ കൈ തലയിണയാക്കുന്ന അവസ്ഥയാണ്. That means we are so comfortable with anything in this universe, so comfortable with any person, so comfortable with anything. ഒരു വസ്തുവിൻ്റെ സാന്നിധ്യമോ ഒരു വ്യക്തിയുടെ സാന്നിധ്യമോ ഒരു സാഹചര്യത്തിൻ്റെ സാന്നിധ്യമോ നമ്മളെ അസ്വാരസ്യപ്പെടുത്താതെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഈ വടക്കേ കൈ ഇടത് കൈ മടക്കി വെച്ച് ഉറങ്ങാനുള്ള സ്വാസ്ഥ്യം നമുക്കുണ്ടെങ്കിൽ അതാണ് ആനന്ദം. നമുക്ക് ഉറങ്ങണമെങ്കിൽ എന്തൊക്കെ വേണം, അല്ലേ? ഇപ്പോഴാണെങ്കിൽ AC ഇല്ലെങ്കിൽ ഉറങ്ങാനേ പറ്റില്ല. ഇനിയും ഈ മെത്തയാണെങ്കിൽ പറയണ്ട, 20,000 മൊത്ത വാങ്ങിച്ചിട്ട് കുഴപ്പം, നടുവേദന. അതുകൊണ്ട് 30,000, 50,000 ഒക്കെ ഉണ്ടെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. AC ആണെങ്കിൽ തന്നെ അതിന് പ്രത്യേക തലം ഒക്കെ ഉണ്ടായിരിക്കണം. നടന്നു പോകുന്ന വഴിക്ക് ഒരു വനത്തിൽ ചെന്ന് പെട്ടുപോയി, അവിടെ ഭാര്യയില്ല, മക്കളില്ല, ശുശ്രൂഷിക്കാൻ ആരുമില്ല. അപ്പോൾ ഗുരു എന്താ ചെയ്യുന്നത്? ഈ കൈ മടക്കി ആ ഒരു പാറയിൽ കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. സോ കംഫർട്ടബിൾ വിത്ത് എനിത്തിങ് ഇൻ ദിസ് യൂണിവേഴ്സ്. അതിനാണ് നടുനില എന്ന് പറയുന്നത്. ആ അവസ്ഥയാണ് ആനന്ദം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആത്മാനുഭവം എന്ന് പറയും. അങ്ങനെയുള്ളവരെങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ കണ്ണുകളിൽ നോക്കിയാൽ കാണാൻ കഴിയും അവരെങ്ങനെ ഇരിക്കുമെന്നുള്ളത്. അവിടെ ഏത് ഭാവമാണെന്ന് നമുക്കൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഇത് സ്നേഹത്തിൻ്റെ ഭാവമാണോ, ഇത് ദേഷ്യത്തിൻ്റെ ഭാവമാണോ, വിഷാദത്തിൻ്റെ ഭാവമോ? ഒരു പിടിയും കിട്ടുന്നില്ല. നമുക്കാർക്കും അതിനെ വിശദീകരിക്കാൻ കഴിയാത്തതായ ഒരവസ്ഥയാണ്. അങ്ങനെ സർവ്വതിനെയും ചേർത്ത് വയ്ക്കുന്നതായ ഒരു മനോഭാവമാണ് ഏതെന്ന് പറയുന്നത്? ആത്മാനുഭവം എന്ന് പറയുന്നത്. ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇരുളിലിരുന്നറിയുന്നതാകും ആത്മാ. രണ്ട് തലം. ഒന്ന് മനോബുദ്ധീന്ദ്രിയങ്ങളുടെ തലം. അവിടെ ഇന്ദ്രിയം എഴുതിയിരിക്കുന്ന അതിനാണ്. മനോബുദ്ധീന്ദ്രിയങ്ങളുടെ തലം ഇരുട്ടിലായിരുന്നാലും, അല്ലെങ്കിൽ ഇരുട്ടിലായിരിക്കുമ്പോൾ മാത്രമേ എന്തിനെ അറിയാൻ കഴിയുള്ളൂ? ആത്മസ്വരൂപത്തെ അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കണ്ടു കളയാൻ, കാണിച്ചു തരാം ആരെങ്കിലും പറഞ്ഞ് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഇത് കള്ളനാളയങ്ങളാണ്. ഏതാണതിനെ? കപടയതിയാണെന്ന് വിചാരിച്ചോ.
രണ്ടാമത്തെ തലം, ഈ ആത്മസ്വരൂപം എവിടെ ഇരുന്നു കൊണ്ടാണ് ഇത് സർവ്വതിനെയും നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ സർവ്വതിലും നിറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സർവ്വതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയില്ലാത്തത് കൊണ്ടൊരു മായയുടെ തലമാണ്. അതും ഇരുളിലിരുന്നറിയുന്നതാവും ആത്മാ. അവിടെയാണ് നമ്മൾ ഈ അവയവി, മനസ്സിലായി, അവയവിയായ ഇരുട്ടിൽ, അവയവി ഒരു ഇരുട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. ഏതിനെ? ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുകയാണ്. ആ അവയവിക്കകത്തിരുന്നു കൊണ്ടാണ് ആത്മാവ് സർവ്വതും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരുന്നു കൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഉള്ളിൽ ഇരുട്ടാണ് എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുകയാണ് ഈ ശരീരം, ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുകയാണ് ഈ മനസ്സ്, ആത്മാവിനെ മറച്ചു വെച്ചിരിക്കുകയാണ് ബുദ്ധി. അതിനകത്തിരുന്നു, അവയവയ്ക്കകത്തിരുന്നു കൊണ്ട് ആവി സർവ്വതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആവി ആവരിച്ചിടുന്നു എന്ന് പറഞ്ഞു, ആവിയെ ആവരിച്ചിടുന്നു എന്ന് പറഞ്ഞത്. വ്യക്തം? സ്പഷ്ടമാണോ? സംശയം ഉണ്ടാവും. ഒരെണ്ണത്തിൻ്റെ മുഖത്ത് ഒരു ഭാവമില്ല. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ. ഇനി എന്താണത്? അറിവാണ്. ആത്മാവ് എന്ന് പറയുന്നത്, ദൈവം എന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് ഏത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സത്യത്തിൻ്റെ സ്വഭാവം പ്രകടമാക്കാൻ കഴിയില്ല. ആത്മാവ് എന്ന് പറയുമ്പോൾ ആ സർവ്വതിലും ആതതമായിരിക്കുന്നതെന്നാണ്, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അതൊരു തലമാണ്. ഇനി നമ്മൾ ദൈവം എന്ന് പറയുകയാണെങ്കിൽ എല്ലാത്തിലും പ്രകാശിക്കുന്നത് എന്ന അർത്ഥമാണ്, അതും ഒരു തലം മാത്രമേ ഉള്ളൂ. ഈശ്വരൻ എന്ന് പറയുകയാണെങ്കിൽ സർവ്വതിനെയും ഈശനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൻ എന്നേ ആകുന്നുള്ളൂ. ഈശ്വരൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ സത്യത്തിൻ്റെ, ആ നിരുപാധികമായ സത്യത്തിൻ്റെ യഥാർത്ഥ ഭാവം പ്രകടമാക്കാൻ ഒരു പേരും യോജ്യം അല്ല. കാരണം പേരുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മളുടെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ്. അതൊന്നും സത്യത്തെ പ്രകടമാക്കാനുള്ള ശേഷി നമ്മുടെ ബുദ്ധിക്ക് ഇല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന അത്ര രീതിയിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ശ്രീബുദ്ധൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ശൂന്യം എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? മനോബുദ്ധീന്ദ്രിയങ്ങൾക്ക് ശൂന്യം എന്നാണ്. ഈ ശ്രീബുദ്ധനെ എപ്പോഴും എങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു നിരീശ്വരവാദി എന്ന നിലയിലാണ്. ഈ മനോബുദ്ധീന്ദ്രിയങ്ങളുടെ തലത്തിൽ കാണാൻ കഴിയത്തില്ല, മനോബുദ്ധിയുടെ തലത്തിൽ ശൂന്യമാണെന്നാണ്. അഹിംസയിലൊക്കെ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് തിരിച്ചാകാൻ കഴിയുന്നത്? അപ്പോൾ പക്ഷെ ശ്രീബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതെന്താണെന്ന് അല്ലെങ്കിൽ ഇതൊന്ന് പറയുന്നതിന്, വിശദീകരിക്കുന്നതിന് ഞാൻ വാക്കുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. വാക്കുകൾ വാസ്തവത്തിൽ സത്യമല്ല, അതും ഒരു ഈ ആവരണമാണ്. അതിനകത്തിരിക്കുന്നത് എന്തോ എന്നുള്ളത് നമ്മൾ കണ്ടറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനെ ആശ്രയിക്കണം? ആ ഭഗവാനെ തന്നെ ആശ്രയിക്കണം. ആ ഒരു അനുഗ്രഹം ഉണ്ടാകണമെന്ന് നമ്മൾ ഹിരൺമയേന പാത്രേണ, അല്ലേ? ആ ശ്ലോകം നമ്മൾ കണ്ടതാണ്. അതിനെന്ത് വേണം? ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു സമർപ്പിതരാകണം, വശപ്പെടണം. ഓക്കെ, ക്ലിയർ. അറിവ്, ആ അറിവാണ് എന്തായി മാറിയിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ ചിത്രം കാണിച്ചിരിക്കുന്നത്. ആ അറിവെന്ന് നമ്മൾ ബോധ്യപ്പെടാൻ വേണ്ടി ലാസ്റ്റ് ഒരു പോയിന്റ് ഇട്ടിരിക്കുകയാണ്. ആ അറിവ് തന്നെയാണ് എന്ത്? ഭാവം പകരുക. എന്തായിട്ട് ഭാവം പകരുന്നു? നാമങ്ങളും രൂപങ്ങളും കരണങ്ങളും ഇന്ദ്രിയങ്ങളും അനന്തകോടി പ്രപഞ്ചമായിട്ട് അങ്ങ് ഭാവം പകരുകയാണ്. അറിവതുതാൻ അധ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും. കർത്തൃത്വഭാവം ഞാനാണ് എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് ഓരോ കാര്യം ചെയ്യുമ്പോഴും, അല്ലേ? അതുകൊണ്ടാണല്ലോ നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുന്നത് തന്നെ ഈ ഞാൻ ഭാവം ഇല്ലാതാക്കാനാണെന്നാണ് വെയ്പ്പ്. പക്ഷേ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് കഞ്ഞി കൊടുക്കുന്നത് നമ്മളാണ്. അതുകൊണ്ട് അവിടെയെല്ലാം വലിയ അക്ഷരത്തിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ഇന്നത്തെ കഞ്ഞി ആരാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഞ്ഞി എടുത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോഴാണ് അനൗൺസ്മെൻറ്റ്, ഇന്നത്തെ കഞ്ഞി സ്പോൺസർ ചെയ്തത് ഇന്നാരാണ്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു. കഞ്ഞി കുടിക്കണോ കളഞ്ഞിട്ട് പോകണോ? ഈ ഞാൻ ഭാവം കണ്ടില്ലേ എവിടൊക്കെയാണ് ഇതിങ്ങനെ കയറി തകർക്കുന്നത്? ഈ ഞാൻ ഭാവമായിട്ട് കർത്തൃത്വ ബോധത്തിലേക്കൊക്കെ നിൽക്കുന്ന ആരാണ്? ഇതേ സത്യം തന്നെയാണ്.
കാരണം ഇതല്ലാതെ വേറൊന്നില്ലല്ലോ. അപ്പം ഇത് തന്നെയാണ് എന്ത്, ഈ കർത്തൃത്വബോധമായും നമ്മൾ ചെയ്ത കർമ്മമായും എല്ലാം ഭാവം പകർന്നിരിക്കുന്നത്. അങ്ങനെ വരുന്നതൊന്ന് കാണാനാണ് ഗുരുവായൂർ. എന്തൊരത്ഭുതമാണ്! ഒരു ഇന്ദ്രജാലക്കാരൻ എന്തെല്ലാം പരിപാടികളാണ് കാണിക്കുന്നത് അല്ലേ. ഇപ്പം നമ്മൾ യൂട്യൂബിലൊക്കെ കാണാൻ കഴിയും, അത്ഭുതങ്ങളുടെ ബഹളമാണ്. നമ്മൾ അന്തം വിട്ടു, ഇതെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നുള്ളത്. അതിനേക്കാൾ എന്തൊരത്ഭുതമാണ് നമ്മളായും അതായും ഇതായും ഒക്കെ ഭഗവാൻ തന്നെ സ്വയം ഭാവം പകരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു ഇന്ദ്രജാലമാണിത്! എങ്ങനെയാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും രക്തചംക്രമണത്തെയും ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇത്രയും സങ്കീർണമായ ഒരു കമ്പ്യൂട്ടർ ലോകത്തിൽ എങ്ങുമില്ല അല്ലേ. ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് സോഫ്റ്റ്വെയർ ആണ് ഭഗവാൻ. അത്രയും ഗംഭീരമായ സോഫ്റ്റ്വെയർ പ്രപഞ്ചത്തിൽ വേറെ ഇല്ല. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ അനുസരിച്ച് മാത്രമേ അത് പ്രവർത്തിക്കത്തുള്ളൂ. അത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനെ നമുക്ക് മാറ്റാൻ കഴിയില്ല. മാറ്റിക്കഴിഞ്ഞാൽ അതെല്ലാം കുളമായി കിടക്കും അല്ലേ. ഒരു നമ്മൾ മൊബൈലിൽ ഈ റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ഓൺ എന്നുള്ള ഭാഗം ഉപയോഗിച്ചെങ്കിലേ ആ ബട്ടണിൽ ഞെക്കെങ്കിലേ അത് ഓൺ ആവുകയുള്ളൂ. അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഒരു സിസ്റ്റമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ ഈ പ്രപഞ്ചം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഒരു അറിവുണ്ട്. ആ അറിവിനപ്പുറം സങ്കീർണമായ ഒരറിവ് ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ അല്ലെ പ്രപഞ്ചമായിരിക്കുന്ന ഒരറിവുണ്ട്. ആ അറിവിനെയാണ് മഹാ അറിവ് എന്ന ഗുരു ഏതിൽ പറഞ്ഞു, മാമതി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏതിനാണ് മാമതി എന്ന് പറഞ്ഞിരിക്കുന്നത്? ജനനീ നവരത്ന മഞ്ജരിയിലാണ് അല്ലേ. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്ന് ആടലാം കടലിൽ ഒന്നായി വീണു വലയും. ആ അറിവിനെയാണ് ഇവിടെ, ആ മാമതിയെയാണ്, മഹത്തായ അറിവിനെയാണ്, ആ സോഫ്റ്റ്വെയറിനെയാണ് ഈശ്വരൻ എന്ന ഗുരു. എത്ര ശാസ്ത്രീയമാണ്! ഇതിനപ്പുറത്ത് ഒരു ഡെഫിനേഷൻ കൊടുക്കാൻ കഴിയില്ല. ആത്മാവിൻ്റെ സ്വരൂപം അറിവാകുന്നു. തിരമാലയുടെ കടലിൻ്റെ സ്വരൂപം ജലമാകുന്നു. ആഭരണങ്ങളുടെ സ്വരൂപം സ്വർണമാകുന്നു. ഈ വിളക്കിൻ്റെ സ്വരൂപം ഓടാകുന്നു. ഓട് തന്നെയാണ് ഈ സകല രൂപങ്ങളുമായിട്ട് ഭാവം പകർന്നിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ ആത്മാവ് അഥവാ അറിവ് ആണ് ഈ സർവ്വതുമായി ഭാവം പകർന്നിരിക്കുന്നത് എന്ന് ഗുരു 27-ാം ശ്ലോകത്തിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ, വിജ്ഞാപനം ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് സുവ്യക്തമാക്കി തരികയാണ്. എന്താണത്? ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാ അറിവതുതാൻ. ആ അറിവാണ് അതാണ് പിന്നീട് എന്തായി മാറുന്നത്? നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവത് കാണുക മഹേന്ദ്രജാലം പോലെയാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിഫൈൻ. ഒരു മനുഷ്യനും അതൊന്നും നിർവചിക്കാൻ കഴിയില്ല, കണ്ടെത്താൻ കഴിയില്ല. എങ്ങനെയാണ് ഈ അറിവ് നിരുപാധികമായ അരൂപമായ അവ്യക്തമായ അറിവ് ഈ സർവ വ്യക്ത രൂപത്തോടുകൂടി പ്രകടഭാവം ഭവിച്ചിരിക്കുന്നത്? അതൊരത്ഭുതമാണ്. അതൊരു മഹേന്ദ്രജാലം പോലെ ഭഗവാൻ തന്നെ നമ്മളൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും വിരോധിക്കുന്നവരും നമ്മൾ എതിരെന്ന് വിചാരിക്കുന്ന ജാതിയും എതിരെന്ന് വിചാരിക്കുന്ന മതക്കാരനായും രാഷ്ട്രീയക്കാരനായും എല്ലാം ഇരിക്കുന്നത് ഒരൊറ്റ ആത്മസ്വരൂപം തന്നെയാണ്. അതിൻ്റെ സ്വരൂപം അറിവാകുന്നു. വ്യക്തം? സമയമായി. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി ഇതിനകത്ത് നമ്മൾ നോക്കാനുള്ളത് 10 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ എന്ത് എന്നുള്ളതാണ്. 10-ാം ശ്ലോകം ഒരു പരീക്ഷണമായിരുന്നു. എന്തിനു വേണ്ടി? ആത്മാവിൻ്റെ സ്വരൂപം എന്തെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി. രണ്ടുപേരെ കൂരിട്ടിട്ടിൽ ഇരുത്തിയതിന് ശേഷം പരസ്പരം ചോദിച്ചു. അപ്പോൾ രണ്ടുപേരും പറഞ്ഞ ഒരേ ഉത്തരമാണ്, ഞാൻ. അവിടെ 2 ഞാനുകളെ കണ്ടു. ഒന്ന്, ഓരോരുത്തരും ഞാൻ ഈ ശരീരമാണ് എന്ന് ധരിച്ചുകൊണ്ട്
ഞാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ പേരും നാളും ഒക്കെയാണ് അവർ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ്? ഞാൻ വേറെ എന്ന് രണ്ടുപേരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ, രണ്ടു പേരിലും പൊതുവായിരിക്കുന്ന ഒരു ഞാൻ, ഇതാണ് അവിടെ കണ്ടത്. അത് 11-ാം ശ്ലോകത്തിലേക്ക് വന്നപ്പോഴത്തേക്കും എന്ത് കണ്ടു? എന്താണ്? ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്. ഏത് രണ്ടും കൂടെ ചേരുന്നതാണ്? ഞാൻ വേറെ വേറെ എന്നറിയുന്ന ഞാനും പൊതുവായുള്ള ഞാനും ചേരുന്നതാണ്. അതിൻ്റെ തുകയാണ്. അതുകൊണ്ടാണ് അവിടെ പ്ലസ് ഇട്ട് വെച്ചേക്കുന്നത്. ആത്മാവെന്ന് പറയുന്നത് ഏതാണ്? രണ്ടിന് ആകെ തുകയാണ്. ഏത്? ഞാൻ വേറെ വേറെ എന്നറിയുന്ന ഞാനും അതിനല്ല ഞാൻ ഏകമാണ് എന്ന് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെ എല്ലാവരും വേറെ വേറെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആകെത്തുകയായ ഏകമായ ഞാൻ. നമ്മൾ ഈ മണിമുത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാത്തിലും കൂടെ കടന്നു പോകുന്ന നൂല്, മറ്റേത് ഓരോ മണിയും ഞാൻ ഇന്നതെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇത് രണ്ടും കൂടെ ചേരുന്നതിൻ്റെ ആകെത്തുകയാണ് യഥാർത്ഥത്തിലുള്ള ആത്മസ്വരൂപം. പരമ്പൊരുൾ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേരുന്നതാണ്. അത് അതിൻ്റെ ആകെത്തുകയാണ്. അതാണ് 88-ാം ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, സർവവുമുള്ളതു തന്നെ. ഈ കാണപ്പെടുന്ന എല്ലാ രൂപങ്ങളുമായി ഭാവം പകർന്നത് ഇപ്പോഴേതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഏതാണ്? ആ അറിവാണ്. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് രണ്ടിൻ്റെയും കൂടെ തുകയാണെന്ന് പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒന്നിനെ നിഷേധിക്കുന്നില്ല എന്നുള്ള വലിയ തലങ്ങൾ ഇതിനുണ്ട്. നമ്മുടെ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകാതിരിക്കുന്നതാണ്. ഗുരു ഈ കാണപ്പെടുന്നതിനെ ഒന്നും നിഷേധിക്കുകയല്ല ചെയ്തത്. ഈ യാഥാസ്ഥിതിക വേദാന്തം ഇതിനെയൊക്കെ നിഷേധിച്ചു. ശങ്കരാചാര്യ സ്വാമികൾ എന്താ പറഞ്ഞത്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നാണ് പറഞ്ഞത്, അല്ലേ? ജഗത്തില്ല, ജഗത്ത് മിഥ്യയാണെന്ന് ഗുരു ജഗത്ത് മിഥ്യ എന്ന് ഉപയോഗിച്ചില്ല, സർവവുമുള്ളത് തന്നെ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പറയാൻ കാര്യം? എന്താണോ സത്യമായിട്ടുള്ളത് അതാണ് ഈ സർവ്വതുമായിട്ട് ഭാവം പകർന്നിരിക്കുന്നതെങ്കിൽ പിന്നെ ഇതും ഉള്ളതാണ്. ഈ ഉള്ളതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പരമാർത്ഥത്തിലുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിലുള്ളതായി ഭാവം പകർന്നിരിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞു. അപ്പം ഞാനിനെ കുറച്ചുകൂടി വലിയ ഒരു ഞാനിൽ നിന്ന് അങ്ങോട്ട് വരികയാണ്. 12-ാം ശ്ലോകത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ ഒരു ഞാൻ പൊലിഞ്ഞു പോകുമെന്നും മറ്റേ ഞാൻ പൊലിഞ്ഞ് പൂർണ്ണമാകുമെന്നും കണ്ടു. ഏത്? സത്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴത്തേക്ക് തൊലിയും എലുമ്പ് മലം ദുരന്തം അന്തക്കലകളും എന്തു ഒരു അഹന്തയുണ്ട്. അത് പൊലിഞ്ഞില്ലാതാകുന്നതാണ്. രണ്ട് രീതിയിൽ ഇല്ലാതാകുന്നതാണ്. ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം ഇല്ലാതാകുന്നതാണ്. മറ്റു തരത്തിൽ നമ്മൾ വലിയ ഞാനിനെ, ഏകമായ ഞാനിനെ അറിയും തോറും ഈ ചെറിയ ഞാൻ അങ്ങ് ഇല്ലാതായി പോയിട്ട് മറ്റേ ഞാൻ നമ്മളിൽ ഇങ്ങനെ ആത്മസ്വരൂപം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് നിൽക്കും. 13-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ഓരോ പദമേ എഴുതിയിട്ടുള്ളൂ. 13-ാം ശ്ലോകത്തിൽ എന്താണ്? ത്രിഗുണങ്ങളെയും ഒക്കെ നമ്മൾ മറികടക്കണമെന്നുണ്ട് എങ്കിൽ അവിടെ സമർപ്പിതരാവണം. അവിടെ ഒരു 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 വശപ്പെടേണ്ടതായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി, അല്ലേ? അത് കഴിയുമ്പോഴത്തേക്കും ത്രിഭുവന സീമയൊക്കെ കടന്ന് തിങ്ങി വിങ്ങുന്നതായ ആ സത്യത്തെ, ആ ഏകമായ ഞാനിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യണം. അത് അങ്ങനെ എത്തുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അപരാപ്രകൃതിക്ക് അധീനമായി പോവാതെ ശ്രദ്ധിക്കണം. പരയുടെ പാല് നുകരുന്നതിലേക്കാണ്, ആ ഏകമായ ഞാനിലേക്ക് അടുക്കും തോറും നമ്മൾ എത്തുന്നത്. അത് കഴിഞ്ഞെന്താണ്? അധിക വിശാലമൊരു പ്രദേശമെന്ന് ആ ഒരു ഏകമായ ഞാനെ നമ്മൾ അറിയുമ്പോൾ ഏതിലാണ്? ഒരു അനുഭൂതിയുടെ തലത്തിൽ നിന്നുകൊണ്ട് അവിടെ പറയുന്നത്. അതിലേക്ക് നമ്മൾ വിശാലമായിട്ട് പോകുന്നില്ല. പിന്നെ അത് ആത്മാവ് എന്ന് ഞാൻ എന്ന് പറയുന്നത് ഒരു ആത്മാവിൻ്റെ ഉരുവാണ് എന്ന് പറഞ്ഞു. ഒരു നിഴലാണ്, അല്ലെങ്കിൽ ഇരുട്ടാണ്. എന്ത്? ശരീരം. അതൊരു വിളക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മളിവിടെ കണ്ടതാണ്. 18-ാം ശ്ലോകത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഡിക്ലെയർ ചെയ്തു, അഹം ഞാൻ എന്നത് ഇരുളല്ല, അല്ലേ? അഹം ഇരുളല്ല, ഇരുളാകിൽ അന്ധരായി നാം അറിയരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ്? അറിവാണ് ഞാൻ എന്ന് അവിടെ ഡിക്ലെയർ ചെയ്തു. 19 20ലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പ്രപഞ്ചവും അതേ ആത്മാവ് തന്നെയാണെന്ന് ഡിക്ലെയർ ചെയ്തു. 21 അതാണ് പ്രത്യേകത. 21 മുതൽ 25 വരെയുള്ള ശ്ലോകം നൈതികത എങ്ങനെയായിരിക്കണം, നൈതിക ശാസ്ത്രം, ധർമ്മശാസ്ത്രം, എത്തിക്സ്, ധർമാധർമ്മങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, നന്മതിന്മകളെ എങ്ങനെ തിരിച്ചറിയാം. നമ്മളിങ്ങനെ പറയാം, ആരാണ് നല്ല മനുഷ്യൻ എന്ന് 21 തുടങ്ങിയിട്ട് 24 ഡിക്ലെയർ. ആരാണ് നല്ല മനുഷ്യൻ? അമ്മേ, ഞാൻ എങ്ങനെ അമ്മ നല്ല കുട്ടിയായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. മോള് നല്ല കുട്ടിയായിരിക്കണം, മോൻ നല്ല കുട്ടിയായിരിക്കണം എന്ന് അമ്മമാർ പറയുമ്പോൾ കുട്ടി തിരിച്ചു ചോദിക്കും. അമ്മ അവിടെ കിടന്ന് ഉരുളുകയാണ്. അമ്മയ്ക്കും അറിയില്ല, കുട്ടിക്കും അറിയില്ല. ഇതാ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗുരു പറഞ്ഞു തരികയാണ്. എന്താ പറഞ്ഞു തന്നിരിക്കുന്നത്? അവനിവനെന്നറിയുന്നതൊക്കെയോർത്താൽ അവനിലാദിമമായൊരാത്മരൂപം. അതുകൊണ്ട് മോനെ,
ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ. അവരൊക്കെ ഉണ്ടെങ്കിലേ നമ്മളുണ്ടെങ്കിലേ അവർക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് നീ എന്ത് ചെയ്താലും, നീ ഒന്ന് ചിരിച്ചാലും ഒന്ന് നോക്കിയാലും അത് നിനക്ക് സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്ന, സംശയമൊന്നുമില്ല. പക്ഷെ അത് മറ്റുള്ളവർക്ക് കൂടി സന്തോഷമുണ്ടാക്കുന്നതായിരിക്കണം. ഇതിനപ്പുറത്തൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ ലോകത്തിലൊന്നുമില്ല. നീ എന്ത് ചെയ്താലും മോളെ അത് നിന്നോടൊപ്പമുള്ള മറ്റുള്ളവർക്ക് കൂടി സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കണം. ഇതാണ് നല്ല കുട്ടി, നല്ല മനുഷ്യൻ എന്ന് ബോധ്യപ്പെടുത്തിയിട്ട് പിന്നീട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് ആത്മാവിൻ്റെ സ്വരൂപം എന്താണെന്നും കണ്ടു കഴിഞ്ഞു. ഇതിനകത്ത് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ ഒരു 2-3 മിനിറ്റ് സമയം തരാം, ചോദിക്കാം. ഉണ്ടോ എന്തെങ്കിലും സംശയം? സംശയം ക്രിസ്റ്റൽ ക്ലിയർ ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ചെയ്യാമല്ലോ. ഓക്കെ, നമ്മൾ 5 ദിവസമാണ് ആത്മോപദേശ ശതകം 10 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ, അതായത് ആത്മസ്വരൂപം ആത്മോപദേശ ശതകത്തിൽ, നൈതികത ആത്മോപദേശ ശതകത്തിൽ, ഈ 2 വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ നൈതികത ആത്മോപദേശ ശതകത്തിനുള്ള വളരെ പ്രസക്തമായി, മറ്റേത് പ്രസക്തമല്ലെന്നല്ല പറയുന്നത്, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കോളേജുകളിലൊക്കെ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയം കുട്ടികൾക്ക് വേണ്ടി. 21 മുതൽ 27 വരെയുള്ള ശ്ലോകങ്ങൾ, പ്രത്യേകിച്ചും 21 മുതൽ 25 വരെയുള്ള ശ്ലോകങ്ങൾ. അപ്പോൾ അങ്ങനെയൊരു നമുക്ക് ഈ വർഷം നമ്മളുടെ ഈ ശ്രീനാരായണ ഗുരു മെമ്മോറിയൽ ലൈബ്രറിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന കേന്ദ്രവും കൂടി ചേർന്നിട്ട് നമ്മുടെ എന്താണ് കനകാംബരൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഡയറക്ടർ നമുക്കെല്ലാവർക്കും അറിയാം, ശിശുപാലൻ സാറ്. അപ്പോൾ ശിശുപാലൻ സാറ് കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് ഈ ഒരു കാര്യം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു ലൈബ്രറിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായൊരു കാര്യമാണ് ഇങ്ങനെ ഒരു അറിവ് പറഞ്ഞു കൊടുക്കുക, അതിനൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഈ ലൈബ്രറിയുടെ അധികാരികൾ തയ്യാറായി എന്നുള്ളത് അത്ര ചെറിയൊരു കാര്യമല്ല, വലിയൊരു വിവേകമാണ്, വലിയൊരു ധൈര്യമാണ്. അപ്പോൾ ഇവർ 2 പേരും ആ ഒരു ധൈര്യവും ആ ഒരു വിവേകവും കാണിച്ചതിൽ എൻ്റെ ഹൃദയം കൊണ്ടുള്ള ഒരു സ്നേഹം, അവിടെ നന്ദി എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം നന്ദി എന്താണ്? നന്ദി 2 പേരുണ്ടെങ്കിൽ പറയുന്ന സാധനമാണ്. ആകെ ഒരാളെ ഉള്ളല്ലോ, ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ സന്തോഷം നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാം. ആ സന്തോഷം ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും, ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ വന്നിരുന്ന്, ഇന്നത്തെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി ഒരു പരിഭവമുണ്ട്. ഏകദേശം 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചിലരൊക്കെ വന്നത്. മറ്റെല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാവരും നിറഞ്ഞു കാണുന്നതാണ്. അപ്പോൾ എന്തായാലും വളരെ ശ്രദ്ധയോടെയാണ് നിങ്ങൾ ഇരുന്നത്, അശ്രദ്ധമായിട്ടും ആലസ്യമായിട്ടും ഒന്നുമല്ല. അപ്പം അങ്ങനെ ആ ശ്രദ്ധയോടെ ഇരിക്കാനുള്ള നിങ്ങളുടെ വിശാലമായ ഒരു മനസ്സും, അതിനും ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ ഈ ക്ലാസ് ഞാനിവിടെ സമാപിക്കുകയാണ്. ഇനിയും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊന്നിച്ച് കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ആവാം. അത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പരിപൂർണമായും ഇവിടെ തത്കാലം ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം.